അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ ഇസ്ലാമിനെ നിഷ്പ്രഭമാക്കാൻ, ഇരുട്ടിലാക്കാൻ, നബി തിരുമേനിയുടെ വ്യക്തിപ്രഭാവത്തെ മറച്ചു പിടിച്ചാൽ മതിയെന്ന് കരുതി ആ പ്രകാശത്തെ, ആ വെളിച്ചത്തെ മറച്ചു പിടിക്കുകയും എന്നിട്ട് സ്വയം ഇരുട്ടിലാവുകയും ചെയ്യുന്ന ആളുകളോടാണ് നമ്മൾ പ്രതികരിക്കുന്നത്, സംസാരിക്കുന്നത്. വാസ്തവത്തിൽ വെളിച്ചം അണയുന്നില്ല. ആരാണോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് അവർ സ്വയം ഇരുട്ടിലാവുകയാണ് ചെയ്യുന്നത്. വിളക്ക് കൈവശമുള്ളവന് വിശ്വം ദീപമയം. അവർക്ക് കൈവെള്ളയിൽ ലഭ്യമായ വെളിച്ചത്തെ നഷ്ടപ്പെടുത്തി അവർ സ്വയം ഇരുട്ടിലാവുകയാണ്. വഹയിൻ്റെ ബൗദ്ധികത എന്ന വിഷയത്തെ അധികരിച്ച് ഉള്ള പ്രബന്ധമാണ് വായിക്കുന്നത്. ആമുഖം: വഹി എന്ന ആശയത്തെ വൈജ്ഞാനികമായി സ്ഥാപിക്കുക എന്നതാണ് ഈ കുറിപ്പിൻ്റെ ലക്ഷ്യം. വഹയിൻ്റെ ആവശ്യകത, അതിൻ്റെ ബുദ്ധിപരമായ സാധ്യത, ജ്ഞാനശാസ്ത്ര ആധികാരികത, വഹയിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ചരിത്രപരത എന്നീ വിഷയങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് വഹയിനെ സ്ഥാപിക്കാൻ ഇവിടെ ശ്രമിക്കുന്നത്. അതോടൊപ്പം വഹി എന്ന യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ട് മുൻകാലങ്ങളിലും ഇപ്പോഴും ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങൾക്കെതിരെയുള്ള വൈജ്ഞാനിക പ്രതികരണം കൂടിയാകുമ്പോഴാണ് ഈ വിഷയത്തെ സമഗ്രമായി അഭിസംബോധന ചെയ്യാൻ കഴിയൂ എന്നാണ് കരുതുന്നത്. വഹയിനെ പഠന വിഷയമാക്കുമ്പോൾ ഇവിടെ വിഷയീഭവിക്കുന്ന വഹി കൃത്യമായി എന്താണ് എന്ന് നിർവചിക്കപ്പെടണം. എങ്കിൽ മാത്രമേ അതിനെ വസ്തുതാപരമായി വിശകലന വിധേയമാക്കാൻ കഴിയുകയുള്ളൂ. ലക്ഷ്യം നിർണയിക്കാതെ അന്ധമായി വെടിയുതിർക്കുന്നത് പോലെ ആകരുതല്ലോ വിഷയത്തെക്കുറിച്ചുള്ള അന്വേഷണം. അടിസ്ഥാനപരമായി വിഷയം എന്താണെന്ന് ഗ്രഹിക്കാതെ തത്സംബന്ധമായ ഒരു തീർപ്പ് രൂപപ്പെടുത്താൻ കഴിയില്ല. ശരിയായ വിജ്ഞാന സമീപനത്തിൽ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു നിലപാടാണ്. ഒരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ യഥാർത്ഥ രൂപം നിർവചിച്ച് നിർണയിക്കാതെ അത് സംബന്ധമായ തീർപ്പ് അല്ലെങ്കിൽ വിമർശനം നീതിയല്ല. അതുകൊണ്ട് ഈ കുറിപ്പിൻ്റെ ശീർഷകത്തിൽ പരാമർശിക്കപ്പെട്ട വഹി എന്ന ശബ്ദത്തിൻ്റെ കൃത്യമായ വിവക്ഷ നോക്കാം. എന്താണ് വഹി? അറബ് ഭാഷയിലെ ഒരു വേദശബ്ദമാണ് വഹി എന്ന് പ്രാഥമികമായി മനസ്സിലാക്കാം. 4-ാം വേദമായ വിശുദ്ധ ഖുർആനിൽ അനേകമിടങ്ങളിൽ ഈ ശബ്ദവും അതിൻ്റെ മൂലധാതുവിൽ നിന്നുള്ള പദഭേദങ്ങളും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ജനങ്ങൾ അവരുടെ സാമാന്യ ജീവിത വ്യവഹാരങ്ങളിൽ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ജീവിതഗന്ധിയായ ഭാഷയിലാണ്. അപ്പോൾ ഏതൊരു ഖുർആനിക വേദശബ്ദത്തെയും മനസ്സിലാക്കുന്നതിൻ്റെ ആദ്യ പടവ് അതിൻ്റെ ഭാഷാപരമായ അടിസ്ഥാനം മനസ്സിലാക്കുകയാണ്. വഹയിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് വേണ്ടത്. അതിന് നമുക്ക് ഭാഷാഗ്രന്ഥങ്ങളെ തന്നെ ആശ്രയിക്കാം. ഈഹ എന്ന പദമൂലമുള്ള മസ്ദർ, പദമൂലമുള്ള ഔഹ എന്ന ക്രിയയുടെ പദമൂലനാമമാണ്, ഇസ്മു മസ്ദറാണ് വഹി. ഇനി വ്യത്യസ്ത അറബ് ഭാഷാ ഗ്രന്ഥങ്ങളിൽ വഹി എന്ന പദത്തെ എങ്ങനെയാണ് വിശദീകരിച്ചതെന്ന് അറബി മൂലം തന്നെ ഉദ്ധരിച്ച് വിശദീകരിക്കാം. അൽ വഹ്യു ഹുവ ഇഅ്ലാമുൻ ഫി ഖഫാഇൻ ലിസാനുൽ അറബ്. അദൃശ്യമായി വിവരം വിനിമയം ചെയ്യുക എന്നതാണ് വഹി. അസ്ലുൽ വഹി അൽ ഇശാറത്തു സരിഅ. റാഗിബുൽ അസ്ഫഹാനി. അതിവേഗതയുള്ള ആംഗ്യം അഥവാ സിഗ്നൽ എന്നാണ് വഹിയിൻ്റെ അടിസ്ഥാന ആശയം. അതിവേഗതയുള്ള ആംഗ്യം എന്നത് പ്രതീകാത്മകമായോ സൂചനാത്മകമായോ ആണ് സംഭവിക്കുന്നത്. അത് മുഖേന ലഭ്യമാകുന്ന അറിയിപ്പ്, സൂചന സ്വീകരിച്ചയാൾക്ക്, അതായത് സിഗ്നൽ സ്വീകരിച്ചയാൾക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. മറ്റുള്ളവരെ സംബന്ധിച്ച് അത് അവ്യക്തവും അദൃശ്യവുമായിരിക്കും. അതായത് അദൃശ്യമായ അറിയിപ്പും ശീഘ്രമായ ആംഗ്യവും ഇവിടെ ഫലത്തിൽ ഒന്നാണെന്ന് ചുരുക്കം. അവയവങ്ങൾ കൊണ്ട് പ്രത്യേകം ആംഗ്യം കാണിച്ചും സംബോധിതനിലേക്ക് നേരിട്ട് എഴുതിയും ഭാഷാപരമായ ഘടനയൊന്നുമില്ലാതെ കേവല ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുമൊക്കെ അതിവേഗത്തിലുള്ള ആശയവിനിമയം സംഭവിക്കാറുണ്ട്. അതുകൊണ്ട്
പ്രതീകാത്മകമായ ആശയവിനിമയത്തിനും ആംഗ്യഭാഷണത്തിനും എഴുത്തിനുമൊക്കെ വഹി എന്ന പദം ഭാഷയിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. മുഫ്രദാത്ത്, താജുൽ അറൂസ് എന്നിവ നോക്കുക. ഭാഷാഗ്രന്ഥങ്ങളുടെ വിശദീകരണങ്ങളെ സംയോജിപ്പിച്ച് മനസ്സിലാക്കിയാൽ ശീഘ്രവും അദൃശ്യവുമായ ബോധനം എന്നതാണ് വഹയിൻ്റെ മൂലാർത്ഥം എന്ന് ഗ്രഹിക്കാം. ഒരു വ്യക്തിക്ക് സ്വകാര്യമായി അഥവാ ഗൂഢമായി അറിവ് ലഭിക്കുന്നതിനെയാണ് ഭാഷാപരമായി വഹി എന്ന് പറയുക എന്ന് ചുരുക്കം. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീറുൽ കബീറിലും, ഇബ്നു ജരീർ തബരി റളിയല്ലാഹു അൻഹു തൻ്റെ ജാമിഉൽ ബയാനിലും, ഇബ്നുൽ കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ തഫ്സീറുൽ ഖുർആനിൽ അദീമിലും ഈ വിധം വിവരിച്ചത് കാണാം. ഭാഷാ വിവക്ഷപ്രകാരമുള്ള വഹിയിൻ്റെ ഇനങ്ങൾ. ഒരു വേദശബ്ദം എന്ന നിലക്ക് വഹി എന്ന ശബ്ദം വിവിധ ഇടങ്ങളിൽ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് നാം പറഞ്ഞു. വ്യത്യസ്ത ഭാഷാർത്ഥങ്ങളിൽ ഈ പ്രയോഗം സംഭവിച്ചിട്ടുണ്ട്. പ്രയോഗത്തിലെ ആ വൈവിധ്യവും അതുവഴി വെളിപ്പെടുന്ന വഹിയിൻ്റെ വ്യത്യസ്ത ഇനങ്ങളും കൂടി തിരിച്ചറിയുന്നത് വഹി എന്ന ശബ്ദത്തെ കൂടുതൽ പരിചയപ്പെടാൻ കാരണമാകും. വഹിയിൻ്റെ മതവിവക്ഷ കൃത്യതയോടെ വിവേചിച്ച് മനസ്സിലാക്കാൻ കൂടി അത് സഹായിക്കും. വ്യത്യസ്ത ഭാഷാർത്ഥ പ്രയോഗങ്ങളെ ചുവടെ വിവരിക്കാം. 1. മനുഷ്യനിലെ ആന്തരിക ദൈവിക ബോധനം, ഇൽഹാം. ആത്മവിശുദ്ധിയും ശുദ്ധ പ്രകൃതിയുമുള്ള മനുഷ്യാത്മാവിൽ അള്ളാഹു നിക്ഷേപിക്കുന്നതാണ് ഇത്. പ്രവാചകർ മൂസ അലൈഹി സ്വലാമിൻ്റെ മാതാവിന് നൽകപ്പെട്ട ബോധനം ഉദാഹരണം, ഔഹൈന ഇല ഉമ്മി മൂസ അൻ അർദിഇ. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവിന് നാം വഹി നൽകി എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രയോഗിക്കുന്നത് ഇൽഹാമിനെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ചതിനെ സംബന്ധിച്ചാണ്. സമാനമായ അർത്ഥത്തിലാണ് വഇദ് ഔഹൈതു ഇലൽ ഹവാരിയ്യീന അൻ ആമിനു ബി വബി റസൂലി ഖാലു ആമന്നാ വഷ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ എന്ന സൂക്തത്തിൽ യേശുവിൻ്റെ അപ്പോസ്തലന്മാർക്ക് വഹി നൽകി എന്ന് പറയുന്നതും ആന്തരിക ബോധനം നൽകി എന്നാണ് ഇവിടെയൊക്കെ ഔഹൈതു എന്നതിൻ്റെ വിവക്ഷ. ജന്തുക്കളുടെ സഹജാവബോധം. ഈ അർത്ഥത്തിലും വഹയിൻ്റെ പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. ഔഹ റബ്ബുക ഇലൻ നഹ്ലി അൻ ഇത്തഖിദി മിനൽ ജിബാലി ബുയൂത എന്ന സൂക്തത്തിൽ തേനീച്ചകൾക്ക് അള്ളാഹു വഹി നൽകി എന്ന് പറയുന്നത് അവക്ക് സഹജാവബോധം നൽകിയതിനെ സംബന്ധിച്ചാണ്. 3. അചേതന വസ്തുക്കളിലെ പ്രാപഞ്ചിക നിയമങ്ങൾ. വഔഹാ ഫീ കുല്ലി സമാഇൻ അംറഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാ ലഹ എന്നീ സൂക്തങ്ങളിൽ യഥാക്രമം ആകാശത്തിനും ഭൂമിക്കും വഹി നൽകി എന്ന് പ്രയോഗിച്ചത് അവയിൽ പ്രാപഞ്ചിക നിയമങ്ങൾ സംവിധാനിച്ചതിനെ സംബന്ധിച്ചാണ്. 4. മലക്കുകളിലേക്ക് നൽകപ്പെടുന്ന നിർദ്ദേശങ്ങൾ. ഇത് യൂഹി റബ്ബുക ഇലൽ മലായികത്തി അന്നി മഅകും ഫസബ്ബിത്തുൽ ലദീന ആമനൂ എന്ന സൂക്തത്തിലും ഫഔഹാ ഇല അബ്ദിഹി മാ ഔഹാ എന്ന സൂക്തത്തിലും ഉദ്ദേശിക്കപ്പെടുന്ന വഹി മലക്കുകൾക്ക് അള്ളാഹു നൽകുന്ന നിർദ്ദേശങ്ങളാണ്. 5. അവയവങ്ങൾ കൊണ്ടുള്ള ആംഗ്യഭാഷണം. فخرج على قومه من المحراب فأوحى إليهم أن سبحوا بكرة وعشية. ഈ സൂക്തത്തിൽ ഔഹ എന്നതിൻ്റെ അർത്ഥം ആംഗ്യഭാഷയിൽ നിർദ്ദേശിച്ചു എന്നാണ്. 6. പൈശാചിക ദുർബോധനം. വഇന്ന ശയാത്തീന ലയൂഹൂന ഇല ഔലിയാഇഹിം ലിയുജാദിലൂക്കും വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി യൂഹി ബഅ്ദുഹും ഇലാ ബഅ്ദിൻ സുഖ്റുഫൽ ഖൗലി ഖുറൂറ എന്നീ സൂക്തങ്ങളിൽ വഹിയിൻ്റെ വ്യത്യസ്ത പദഭേദങ്ങൾ പ്രയോഗിച്ചത് പൈശാചിക ദുർബോധനം എന്ന അർത്ഥത്തിലാണ്. വഹിയിൻ്റെ മതവിവക്ഷ. വഹീന് വ്യത്യസ്ത ഭാഷാർത്ഥങ്ങൾ ഉണ്ടെന്നും അവക്കനുസൃതമായി വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത വിവക്ഷകളിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നും നാം കണ്ടു കഴിഞ്ഞു. ഇനി ഇസ്ലാമിക മതമീമാംസയിൽ അതിനുള്ള സവിശേഷ വിവക്ഷയാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അള്ളാഹു അവൻ്റെ ദാസന്മാരായ മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരുമായി നടത്തുന്ന ആശയവിനിമയത്തെയാണ് വഹി എന്ന് മതത്തിൽ വിളിക്കപ്പെടുന്നത്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന അറിവും മാർഗദർശനവും മനുഷ്യർക്ക് മനുഷ്യസാധാരണമല്ലാത്ത മാർഗത്തിൽ അറിയിക്കുന്നതാണ് വഹി. തഫ്സീർ റാസി. ഭൂമിയിലെ അള്ളാഹുവിൻ്റെ പ്രത്യേക പ്രതിനിധികളായ പ്രവാചകരുമായി അള്ളാഹു നടത്തുന്ന അവൻ്റെ ആശയവിനിമയത്തെയാണ് വഹി എന്ന് മതപരമായി പറയുന്നത് എന്ന് ചുരുക്കം. അതേസമയം പ്രസ്തുത ആശയവിനിമയത്തിൻ്റെ ഉള്ളടക്കമാണ് വഹിയിൻ്റെ മതവിവക്ഷ എന്ന് നിർവചിക്കുന്ന പണ്ഡിതന്മാരെയും കാണാം. വീക്ഷണ വ്യത്യാസം എന്നതിനേക്കാൾ വഹിയിൻ്റെ മതമീമാംസയിലുള്ള 2 പ്രയോഗങ്ങളാണ് അവയെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അൽ വഹ്യു ശർഅൻ അൽ ഇഅ്ലാമു ബിശ്ശർഇ വഖദ് യുത്ലഖുൽ വഹ്യു ഫയുറാദു ബിഹി ഇസ്മുൽ മഫ്ഊലി മിൻഹു അയ്ൽ മൂഹാ വഹുവ കലാമുല്ലാഹി അൽ മുനസ്സലു അലൻ നബി
ഫത്ഹുൽ ബാരി. മതപരമായ ഉള്ളടക്കം കൊണ്ടുള്ള ആശയവിനിമയമാണ് മതത്തിൽ വഹി. ചിലപ്പോൾ വിനിമയം ചെയ്യപ്പെടുന്ന മതപരമായ ഉള്ളടക്കം തന്നെ വഹി എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കപ്പെടാറുണ്ട്. നബിയുടെ മേൽ അവതീർണമാകുന്ന അള്ളാഹുവിൻ്റെ വചനമാണ് പ്രസ്തുത ഉള്ളടക്കം. വഹീൻ്റെ ഭാഷാപരമായ വിവക്ഷയേക്കാൾ പരിമിതമാണ് അതിൻ്റെ മതവിവക്ഷ എന്ന് പറയേണ്ടതില്ലല്ലോ. ഭാഷയിൽ വിശാലമായ അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്ന പദങ്ങൾ സവിശേഷമായി ഒരു പ്രത്യേക ആശയത്തിൽ മാത്രം പരിമിതപ്പെടുത്തി ഉപയോഗിക്കുക എന്നതാണല്ലോ സാങ്കേതിക ശബ്ദങ്ങൾ നിശ്ചയിക്കുന്നതിൽ സംഭവിക്കുന്നത്. ഭാഷയിലുള്ള വ്യത്യസ്ത അർത്ഥങ്ങളെല്ലാം സാങ്കേതിക പ്രയോഗത്തിൽ ഉദ്ദേശിക്കപ്പെടുകയില്ല. എങ്കിലും ഭാഷാർത്ഥവുമായി സാങ്കേതിക പ്രയോഗത്തിന് ബന്ധം നിലനിൽക്കുകയും ചെയ്യും. ഇവിടെ ആശയവിനിമയം എന്ന പൊതുഘടകത്തിൽ ഭാഷാർത്ഥ പ്രയോഗങ്ങളും മതാർത്ഥ പ്രയോഗവും സംഗമിക്കുന്നതായി കാണാം. അതേസമയം ഈ ആശയവിനിമയത്തിൻ്റെ ഉറവിടം അള്ളാഹുവും ആശയവിനിമയത്തിൻ്റെ പ്രേക്ഷകൻ അഥവാ സ്വീകർത്താവ് അവൻ മനുഷ്യനിൽ നിന്നു തിരഞ്ഞെടുക്കുന്ന പ്രവാചകന്മാരും ആവുക എന്ന കാര്യമാണ് മതവിവക്ഷ പ്രകാരമുള്ള വഹീനെ ആശയപരമായി പരിമിതപ്പെടുത്തുന്നത് എന്ന് കാണാൻ കഴിയും. മതവിവക്ഷ പ്രകാരമുള്ള വഹിയും അതിൻ്റെ വിനിമയ രീതികളിലെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ഓരോ ഇനങ്ങളെ പ്രത്യേകം വേർതിരിച്ച് മനസ്സിലാക്കുന്നത് വഹി എന്ന ആശയത്തെ വിപുലമായി തിരിച്ചറിയാൻ സഹായിക്കും. നിർവചനം അനുസരിച്ച് മനുഷ്യനോടുള്ള അഥവാ മനുഷ്യരിലെ പ്രവാചകരോടുള്ള അള്ളാഹുവിൻ്റെ ഭാഷണമാണ് അല്ലെങ്കിൽ ഭാഷണ വിഷയമാണ് വഹി. ഈ ഭാഷണം ഏതൊക്കെ വിധേനയാണ് സംഭവിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. നേരിട്ടുള്ള ബോധനമായോ ഒരു മറയുടെ പിന്നിലായോ ഒരു ദൂതനെ അയച്ച് അള്ളാഹു ഇച്ഛിക്കുന്നത് ബോധനം നൽകിയോ അല്ലാതെ ഒരു മനുഷ്യനോട് അള്ളാഹു സംസാരിക്കുകയില്ല. സൂറത്ത് ശൂറ 51. വഹീൻ്റെ 3 വ്യത്യസ്ത വിഭാഗങ്ങളാണ് ഈ സൂക്തത്തിൽ വിവരിക്കപ്പെട്ടത്. തഫ്സീർ റാസി ഇബ്നു കസീർ. മനുഷ്യൻ പൂർണ്ണ ജാഗ്രതാവസ്ഥയിലായിരിക്കെ അവൻ്റെ ഹൃദയത്തിൽ പൊടുന്നനെ ആശയങ്ങൾ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ നിദ്രാവേളയിൽ സ്വപ്നദർശനം നൽകി ആശയം പകരുക എന്നിവയാണ് ഒന്നാമത് ഖുർആൻ പറഞ്ഞ വഹീൻ്റെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഒരു വ്യക്തിയോ അഥവാ മലക്കോ എന്തിന് ശ്രവണം പോലുമോ മാധ്യമമായിട്ടല്ലാതെ നൽകപ്പെടുന്ന വഹിയാണിത്. അള്ളാഹു നബിയുടെ ആത്മാവിൽ ആത്മാവിൻ്റെ ജാഗ്രതാവസ്ഥയിൽ തീർച്ചയുള്ള അറിവുകൾ പൊടുന്നനെയായി നിക്ഷേപിക്കാറുണ്ട്. പ്രസ്തുത അറിവ് അള്ളാഹുവിൽ നിന്നാണെന്ന് സംശയരഹിതമായ ബോധം നബിക്ക് തത്സമയം ഉണ്ടാവുകയും ചെയ്യും. മലക്ക് എന്ന മധ്യസ്ഥനോ ശ്രവണമെന്ന മാധ്യമമോ ഇല്ലാതെ നേരിട്ടാണ് ഈ ബോധനം. ഇൽഹാം, ആന്തരിക ദൈവബോധനം എന്നാണ് ഇതിനെ സംബന്ധിച്ച് ഖുർആൻ വ്യാഖ്യാന വിശാരദന്മാർ പേര് പറയുന്നത്. പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ സ്വപ്നദർശനങ്ങൾ മധ്യസ്ഥനോ ശ്രവണമാധ്യമമോ ഇല്ലാതെയുള്ള വഹിയിൽ ഉൾപ്പെട്ടതാണ്. പുത്രനെ ബലി നൽകാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച സ്വപ്നദർശനവും തഥൈവ. ഈ പറഞ്ഞ 2 ഉദാഹരണങ്ങളും നിദ്രാവേളയിലുള്ള നേരിട്ടുള്ള വഹീൻ്റെ ഉദാഹരണങ്ങളാണ്. ജാഗ്രതാവസ്ഥയിലും നബിമാർക്ക് നേരിട്ടുള്ള ബോധനം ലഭിക്കാറുണ്ട്. അപ്പോൾ നേരിട്ടുള്ള ദൈവബോധനത്തിൽ 2 ഉപഘടകങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഒന്ന് ജാഗ്രതാവസ്ഥയിലുള്ള ബോധനവും രണ്ടാമത്തത് നിദ്രാവേളയിലുള്ള ബോധനവും. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത് മലക്കിൻ്റെ മാധ്യമം ഇല്ലെങ്കിലും മറക്കുപിന്നിൽ ശ്രവണം മാധ്യമമായി നൽകപ്പെടുന്ന അഥവാ മറക്കുപിന്നിൽ നിന്ന് കേൾപ്പിക്കപ്പെടുന്ന ദൈവബോധനത്തെ, കലാമിനെ കുറിച്ചാണ്. അതാണ് വഹീൻ്റെ രണ്ടാമത്തെ ഇനം. അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമിനോട് സംസാരിച്ചു എന്ന് ഖുർആൻ പ്രതിപാദിച്ച സംഭവം ഈ ഗണത്തിൽപ്പെട്ടതാണ്. മലക്ക് എന്ന മധ്യവർത്തി വഴി അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത മനുഷ്യർക്ക് അഥവാ പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന ദൈവബോധനമാണ് മൂന്നാമത്തത്. ജിബീൽ അലൈഹി സ്വലാം വഴിയായി പ്രവാചകന്മാർക്ക് ലഭിച്ച ദൈവബോധനം ഈ ഗണത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരു മാധ്യമവും ഇല്ലാതെ നബിമാർക്ക് ലഭിക്കുന്ന ദൈവബോധനം, ശ്രവണം മാധ്യമമായി ലഭിക്കുന്ന ദൈവബോധനം, മലക്ക് മാധ്യമമായി ലഭിക്കുന്ന ദൈവബോധനം എന്നിവയാണ് വഹീൻ്റെ ഇനങ്ങൾ എന്ന് മനസ്സിലായി. വിസ്തരിച്ചു പറഞ്ഞാൽ 4 ഇനങ്ങളാണിവ. ഒന്ന് ജാഗ്രതാവസ്ഥയിലുള്ള ആന്തരിക ബോധനം, സ്വപ്നദർശനം വഴി ലഭിക്കുന്ന ബോധനം, 3 ശ്രവണം മാധ്യമമായി ലഭിക്കുന്ന ബോധനം, 4 മലക്ക് മാധ്യമമായി ലഭിക്കുന്ന ദൈവബോധനം. ഈ 4 രൂപത്തിലുള്ള ബോധനങ്ങളിൽ പ്രവാചകന്മാർക്ക് മാത്രം സവിശേഷമായ ബോധന രീതി 4ാമത്തതാണ്. മറ്റുള്ളവ പ്രവാചകന്മാർക്കും അല്ലാത്തവർക്കും ഉണ്ടാകാവുന്നതാണ്. മതവിവക്ഷ പ്രകാരം വഹീൻ്റെ ഉദാഹരണങ്ങൾ. മതപരമായ വഹീൻ്റെ ഉദാഹരണങ്ങൾ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ രേഖപ്പെടുത്താനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ജാഗ്രതാവസ്ഥയിലുള്ള ആന്തരിക ദൈവബോധനം. ഇന്ന റൂഹൽ ഖുദ്സ് നഫസ ഫീ റൂഇ അന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തക്മില റിസ്ഖഹ വ അജലഹ ഫത്തഖുല്ലാഹ വ അജ്മിലൂ ഫിത്തൊലബ്. സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ. വഹീൻ്റെ ആദ്യഘട്ടത്തിൽ മാത്രമായിരുന്നില്ല ഇത്തരം സ്വപ്നദർശനം. ഹുദൈബിയ
വർഷത്തിൽ മക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നബിയും സഹയാത്രികരും നിർഭയരായി മക്കയിലെത്തും എന്നും ഉംറ നിർവഹിക്കും എന്നും പ്രവാചകർക്ക് സ്വപ്ന ദർശനം ഉണ്ടായിരുന്നു. സത്യമായി പുലരുന്ന സ്വപ്നമായിരുന്നു അത്. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ലഖദ് സ്വദഖല്ലാഹു റസൂലഹു റുഇയ ബിൽ ഹഖ് ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ എന്നാണ്. പ്രവാചകന്മാർക്ക് സ്വപ്ന ദർശനം വഴി ലഭിക്കുന്നത് സാക്ഷാൽ വഹയിന്റെ തയ്യാറെടുപ്പ് എന്ന നിലയിലാണ്. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ പ്രവാചകന്മാരുടെ കാര്യത്തിലും അങ്ങനെയാണ്. ജാഗ്രതാവസ്ഥയിലുള്ള വഹയിനെ സ്വീകരിക്കാനുള്ള മാനസികമായ അടക്കം ലഭിക്കുക എന്നതാണ് പൊതുവെ അതിൻ്റെ ലക്ഷ്യമെന്ന് അൽഖമത്ത് ബിൻ ഖൈസ് എന്നിവർ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് പ്രസ്താവിക്കുന്നതായിട്ട് കാണാം. വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം പോലും സ്വപ്നദർശനം വഴി അവതരിച്ചിട്ടില്ല. എല്ലാം ജാഗ്രതാവസ്ഥയിലാണ് അവതരിച്ചത്. ഇത്ഖാനം അള്ളാഹുവിൽ നിന്ന് നബി നേരിട്ട് കേൾക്കുന്ന വഹി അഥവാ കലാം. പ്രവാചകർ മൂസാ നബി അലൈഹി സ്വലാമുമായി അള്ളാഹു സംസാരിച്ചത് ഈ ഗണത്തിൽപ്പെട്ടതാണ്. വക്കല്ലമുല്ലാഹു മൂസ തക്ലീമ. മിഅറാജ് എന്ന ആകാശ ആരോഹണ സന്ദർഭത്തിൽ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച വഹയും ഈ ഗണത്തിൽപ്പെട്ടതാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംബന്ധമായി പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്: ഫഅൗഹല്ലാഹു ഇലയ്യ ഫഫറദ അലയ്യ 50 സ്വലാത്തൻ ഫീ കുല്ലി യൗമിൻ വലൈല. മലക്ക് അഥവാ ജിബ്രീൽ വഴി ലഭിക്കുന്ന വഹയിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും പ്രസിദ്ധവും കൂടുതലുള്ളതും ഈ വഹയാണ്. വിശുദ്ധ ഖുർആനിലെ വഹി മുഴുവനും ഈ ഇനത്തിൽപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ വാക്യം ഇത് സൂചിപ്പിക്കുന്നുണ്ട്: വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീന ബിലിസാൻ അറബിയ്യിൻ മുബീൻ. മതവിവക്ഷ പ്രകാരമുള്ള ഉപര്യുക്ത 4 ഇനം വഹയുകൾ പ്രവാചകരെ സംബന്ധിച്ച് അനിവാര്യ അറിവായിട്ടാണ് അവർക്ക് സംഭവിക്കുന്നത്. ആ അറിവുകൾ പ്രവഹിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണെന്നും അവ പൂർണ്ണമായി സത്യമാണ് ഉൾക്കൊള്ളുന്നതെന്നുമുള്ള അനിഷേധ്യമായ ഉറപ്പ് അവർക്ക് ലഭിക്കും. അവയൊന്നും പൈശാചിക ദുർബോധനമോ മനസ്സിൻ്റെ തോന്നലുകളോ അല്ലെന്നും പ്രത്യുത അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് പ്രവഹിക്കുന്ന അറിവുകളാണ് അവയൊന്നും ബുദ്ധിപരമായ ആമുഖങ്ങളോ തെളിവോ ചിന്തയോ ആവശ്യമില്ലാതെ തന്നെ പ്രവാചകന്മാർക്ക് തെളിഞ്ഞു വരും. വിശപ്പും ദാഹവും സന്തോഷവും ദുഃഖവും പോലെയുള്ള വൈകാരിക അനുഭവങ്ങൾ ദൃഢമായി മനുഷ്യൻ അറിയുന്നത് പോലെയുള്ള അനുഭവമാണ് പ്രവാചകർക്ക് അതുമൂലം ഉണ്ടാകുന്നത് എന്നർത്ഥം. ഈ വിശദീകരണങ്ങളിൽ നിന്നും വഹയിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ പറഞ്ഞതിൽ നിന്നും അതിഭൗതികമായ രീതികളിൽ ദൈവം മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രവാചകന്മാരുമായി നടത്തുന്ന ആശയവിനിമയമാണ് വഹി എന്ന് സംക്ഷേപിച്ചു മനസ്സിലാക്കാം. വഹയിൻ്റെ യാഥാർത്ഥ്യം. വഹയിൻ്റെ വ്യത്യസ്ത ഭാഷാർത്ഥ പ്രയോഗങ്ങൾ നാം കണ്ടു. ശീഘ്രവും നിഗൂഢവുമായ ആശയവിനിമയം എന്ന അടിസ്ഥാന അർത്ഥം എല്ലാ ഭാഷാ പ്രയോഗങ്ങളിലും നിലകൊള്ളുന്നതായും മനസ്സിലാക്കി. മതവിവക്ഷ പ്രകാരമുള്ള വഹി മറ്റുള്ളതിൽ നിന്ന് സവിശേഷമാകുന്നത് അതിൻ്റെ പ്രഭവ കേന്ദ്രവും പ്രവാഹ ലക്ഷ്യവും പരിഗണിച്ചാണെന്നും വ്യക്തമായി. പ്രഭവ കേന്ദ്രം ദൈവവും പ്രവാഹ ലക്ഷ്യം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പുണ്യപ്രവാചകന്മാരുമാണെന്നും തിരിച്ചറിഞ്ഞു. 4 വിധത്തിലാണ് വഹിയുള്ളത് എന്നാണ് നാം കണ്ടത്. 4 ഇനങ്ങളിലും സവിശേഷ മനുഷ്യരുമായി ദൈവത്തിൻ്റെ ആശയവിനിമയ സമ്പർക്കമാണ് സംഭവിക്കുന്നത്. അതും മനുഷ്യ സാധാരണമല്ലാത്ത ജ്ഞാനവിനിമയ മാർഗങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത്. അതായത് ചില സവിശേഷ മനുഷ്യർക്ക് ഇന്ദ്രിയഗോചരമല്ലാത്ത മാർഗത്തിൽ അറിവുകൾ ലഭിക്കുന്നുണ്ട് എന്നത് മനുഷ്യൻ്റെ ചരിത്രാനുഭവമാണ്. അത്തരം ആളുകളെ പ്രവാചകന്മാർ എന്നാണ് ചരിത്രം വിശേഷിപ്പിച്ചത്. ഈ പ്രവാചകന്മാർക്ക് അറിവ് ലഭിക്കുന്നതിനെ സംബന്ധിച്ച് മതാഖ്യാനങ്ങൾ വഹി അഥവാ വെളിപാട് എന്ന സംജ്ഞ ഉപയോഗിച്ചാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതീന്ദ്രിയമായ പ്രസ്തുത അറിയലിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എന്താണെന്നാണ് ഇനി ഇവിടെ നമ്മുടെ ചോദ്യം. വഹയിൻ്റെ മതകീയ വിവക്ഷയിൽ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പ്രകടമായിട്ടുണ്ട്. അത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഉദ്ദേശം. സവിശേഷ രൂപത്തിൽ ദൈവം മനുഷ്യനിൽ അറിവ് പ്രസരിപ്പിക്കുന്നതാണ് വഹി. ഈ വിശദീകരണമാണ് വേദവ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ വഹയിന് നൽകുന്നത്. വഹയിനെ പ്രതിനിധാനം ചെയ്യുന്ന പ്രവാചകന്മാരും അവരിലൂടെ അവതരിച്ച വേദപാഠങ്ങളും വഹി ദൈവികമായ ആശയവിനിമയമാണെന്ന വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. ഒരു മതകീയ ശബ്ദത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് മതപാഠങ്ങളിൽ നിന്നാണല്ലോ. മതത്തെയും മതത്തിൻ്റെ ശബ്ദങ്ങളെയും മതപരമായി പഠിക്കുക എന്നതാണ് വൈജ്ഞാനിക നീതിയും സത്യസന്ധതയും. മതത്തെ അഥവാ അതിൻ്റെ സവിശേഷ സംജ്ഞയെ മനസ്സിലാക്കപ്പെടേണ്ടത് മതപരമായിട്ടാണ്, മതേതരമായിട്ടല്ല എന്ന് വ്യക്തം. വഹീൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ മതേതര ആഖ്യാനങ്ങളുണ്ട്. പ്രകൃത്യാതീതമായ ഒരു യാഥാർത്ഥ്യത്തെ പ്രകൃതി നിയമങ്ങൾ ഉപയോഗിച്ച് വിശദീകരിക്കുന്നതിൻ്റെ പരിമിതികളും അവയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ സത്യത്തെ പ്രതിഫലിപ്പിക്കാൻ ആ വ്യാഖ്യാനങ്ങൾ അശക്തവുമാണ്.
മനുഷ്യൻ്റെ സാധാരണമായ അറിവിൻ്റെ മാർഗങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളും ബുദ്ധിയുമാണ്. ദൃശ്യയാഥാർത്ഥ്യങ്ങളെയും ശ്രവ്യയാഥാർത്ഥ്യങ്ങളെയും മനുഷ്യൻ അറിയുന്നത് അവൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. തത്വശാസ്ത്ര നിദാനങ്ങൾ അവൻ അറിയുന്നത് ബുദ്ധിയുടെ ചിന്ത വഴിയും. അതുപോലെ മനുഷ്യൻ്റെ സത്തക്കുള്ളിൽ നിന്നു തന്നെ നിർഗളിക്കുന്ന അറിവുകളുമുണ്ട്. ഒരു വസ്തുവിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ വൈരൂപ്യം സംബന്ധിച്ച അറിവ്, വിശപ്പ്, ദാഹം, ദുഃഖം തുടങ്ങിയ ശാരീരിക വൈകാരിക അവസ്ഥകളെക്കുറിച്ച് അറിവ് തുടങ്ങിയവയൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിർഗളിക്കുന്നവയാണ്. ആന്തരിക അനുഭവങ്ങളാണ് ഈ അറിവുകളൊക്കെ. സമാനമായി സാഹിത്യശില്പങ്ങളെയും കലാസൃഷ്ടികളെയും ആസ്വദിക്കാനുള്ള അറിവ് മനുഷ്യനുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നുള്ള അറിവുകളാണ് ഇവയും. ചുരുക്കത്തിൽ മനുഷ്യൻ സാധാരണമായി അറിയുന്ന അറിവുകളൊക്കെ ബൗദ്ധികമോ ആന്തരിക ബാഹ്യ ഇന്ദ്രിയപരമോ ആയ അറിവുകളാണ്. അതേസമയം വഹി എന്നത് തീർത്തും വ്യതിരിക്തമായ സവിശേഷ അറിവാണ്. ബുദ്ധിയുടെയോ ഇന്ദ്രിയാനുഭവത്തിൻ്റെയോ ഫലമല്ല അത്. ദൈവം അവൻ്റെ പ്രവാചകന്മാരിൽ സവിശേഷമായി ഉണ്ടാക്കുന്ന വിശിഷ്ട ജ്ഞാനമാണ്. ബുദ്ധിപരമോ ഇന്ദ്രിയപരമോ ആയ അറിവുകൾ അല്ല വഹി. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഭൗതിക ജ്ഞാനമാർഗങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. വഹി എന്ന ജ്ഞാനത്തിൽ പ്രവാചകന്മാർക്ക് അബദ്ധം പിണയുകയില്ല. ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനപ്രവാഹമാണ് അതെന്നതിൽ ഒരു സംശയവും ആ ജ്ഞാനത്തോടൊപ്പം ഉണ്ടാവുകയില്ല. ചിന്തയോ മനനമോ ആവശ്യമില്ലാതെ തന്നെ ആ തീർച്ചപ്പെടുത്തൽ സാധ്യമാകും. മനുഷ്യരിലെ നൈസർഗിക അനിവാര്യ അറിവുകളുടെ സ്വഭാവമാണ് വഹിയിൻ്റെ അറിവിനെന്നർത്ഥം. ഫതുഹുൽ ബാരി. പ്രവാചകന്മാർ അഥവാ വഹി എന്ന അറിയൽ പ്രക്രിയയുടെ ചരിത്രത്തിലെ കർത്താക്കൾ അവരുടെ ആ അറിവിനെ ബന്ധിപ്പിച്ചത് അദൃശ്യ ലോകവുമായിട്ടാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെയാണ് അവർ അതിൻ്റെ ഉറവിടമായി പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു പ്രതിഭാസത്തിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി അറിയാൻ ഭൗതികമായി നമുക്ക് മാർഗങ്ങളില്ല. സത്യവാന്മാർ എന്ന് സമൂഹം സാക്ഷ്യപ്പെടുത്തിയ പ്രവാചകന്മാരുടെ സത്യസന്ധമായ വിവരണങ്ങളെ ആശ്രയിക്കുകയും വിശ്വാസത്തിലെടുക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് മുമ്പിലുള്ള മാർഗം. മനുഷ്യൻ്റെ സാധാരണ ജീവിത വ്യവഹാരങ്ങളിൽ എപ്രകാരമാണോ മനുഷ്യൻ വിശ്വാസയോഗ്യമായ വിവരണങ്ങളെ ആശ്രയിച്ച് തൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നത്, സമാനമായി ഈ അറിവിൻ്റെ കാര്യത്തിലും വിശ്വാസയോഗ്യമായ വിവരണത്തെ ആശ്രയിച്ചു കൊണ്ടാണ് മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അഥവാ കഴിയേണ്ടത്. ചുരുക്കത്തിൽ വഹീൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ അദൃശ്യ ലോകവുമായുള്ള സമ്പർക്കത്തിൻ്റെ ഫലമാണ് വഹി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമ്മൾ ഇവിടെ തീർച്ചയായും നിർബന്ധിതരാണ്. ആ സമ്പർക്കത്തിൻ്റെ രൂപഭേദങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. സ്വപ്നത്തിലോ ജാഗ്രതയിലോ ഉള്ള ദൈവബോധനം, മറക്കു പിന്നിൽ നിന്നുള്ള ദൈവത്തിൻ്റെ സംഭാഷണം, മലക്ക് വഴിയായുള്ള ദൈവിക സംഭാഷണം എന്നീ മാർഗങ്ങളിൽ ആണ് ആ സമ്പർക്കം സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. വേദവചനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. വഹീൻ്റെ ബുദ്ധിപരമായ സാധ്യത. വഹി എന്ന ജ്ഞാനമാർഗത്തിന് ബുദ്ധിപരമായി സാധ്യതയുണ്ടോ എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. മനുഷ്യരിൽ ചിലർക്ക് സവിശേഷമായ അതീന്ദ്രിയ ആന്തരിക അനുഭൂതി ഉണ്ടാകുമോ? അതിലൂടെ അവർ പ്രകൃത്യാതീത ലോകവുമായി സമ്പർക്കത്തിലാവുമോ? അവിടെ നിന്ന് അവർ പ്രത്യേകമായ അറിവുകൾ നേടുമോ? ബുദ്ധിപരമായോ ശാസ്ത്രീയമായോ വഹീനെ ജ്ഞാനത്തിൻ്റെ ഉറവിടമായി പരിഗണിക്കാൻ പാടില്ലാത്ത സാഹചര്യമുണ്ടോ? ഈ കാര്യങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഇവിടെ നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു കാര്യം, വഹീൻ്റെ അസ്തിത്വപരമായ സാധ്യതയെ നിരാകരിക്കുന്ന ശാസ്ത്രീയ തെളിവൊന്നുമില്ല എന്നതാണ്. ശാസ്ത്രീയ തെളിവുകൾ എന്ന് പ്രത്യേകം പറയുന്നത് ശാസ്ത്രത്തെ മുൻനിർത്തിയുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വഹീനെതിരെ ഉയർന്നു വരുന്നത് എന്നതിനെ പരിഗണിച്ചാണ്. ശാസ്ത്രത്തിന് വഹി എന്ന സവിശേഷ ആന്തരിക അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതിനർത്ഥം കണ്ടെത്തിയില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് വഹി ഒരു അശാസ്ത്രീയ അഥവാ വിജ്ഞാന വിരുദ്ധ പ്രതിഭാസമാണെന്ന് നിലവിൽ നിഗമിക്കാൻ കഴിയില്ല. ശാസ്ത്രത്തിൻ്റെ പരിധിക്ക് പുറത്താണെന്ന് വേണമെങ്കിൽ പറയാം. ശാസ്ത്രത്തിന് സ്ഥിരീകരിക്കാനോ നിരാകരിക്കാനോ കഴിഞ്ഞിട്ടില്ലാത്ത പ്രതിഭാസമാണ് വഹി എന്ന് ചുരുക്കം. വഹീൻ്റെ ബുദ്ധിപരമായ സാധ്യതയെ സംബന്ധിച്ച ഒരു മനോഹരമായ വിവരണം AD 9-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധ ഇസ്ലാമിക പണ്ഡിതരും ആത്മജ്ഞാനിയുമായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അൽ മുൻഖിദ് മിനൽ ദലാൽ എന്ന തൻ്റെ ആത്മകഥാപരമായ കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരം വായിക്കാം. മനുഷ്യസത്ത അതിൻ്റെ തനിമാവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ലോകങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെ ശൂന്യമായാണ് സൃഷ്ടിക്കപ്പെട്ടത്. ലോകത്തെക്കുറിച്ച് അവൻ്റെ അറിവ് ഇന്ദ്രിയാനുഭവം വഴിയാണ്. അസ്തിത്വ ലോകത്തെക്കുറിച്ച് മനുഷ്യന് അറിവ് ലഭിക്കാനാണ് ഇന്ദ്രിയാനുഭവങ്ങൾ അവന് വേണ്ടി പടക്കപ്പെട്ടത്. ലോകങ്ങൾ എന്നതുകൊണ്ട്
ലോകങ്ങൾ എന്നതുകൊണ്ട് നാം വിവക്ഷിക്കുന്നത് അസ്തിത്വങ്ങളുടെ മുഴുവൻ ജാതികളെയുമാണ്. മനുഷ്യനിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട അറിവ് സ്പർശമാണ്. അതുവഴി ചൂട്, തണുപ്പ്, ഈർപ്പം, ഉണക്കം, മൃദുലത, പരുപരുപ്പ് തുടങ്ങിയ അസ്തിത്വ ജാതികളെ അവൻ തിരിച്ചറിയുന്നു. നിറങ്ങളെയും ആകൃതികളെയും അറിയാൻ സ്പർശം അശക്തമാണ്. എന്നു മാത്രമല്ല, സ്പർശത്തിൻ്റെ കാര്യത്തിൽ അവ അസ്തിത്വ ലോകത്ത് ഇല്ലാത്തതിന് പോലെയാണ്. പിന്നീട് അവനിൽ കാഴ്ചശേഷി സൃഷ്ടിക്കപ്പെടുന്നു. അതുവഴി നിറങ്ങളും ആകൃതികളും അവൻ അറിയുന്നു. ഇന്ദ്രിയ ലോകങ്ങളിൽ ഏറ്റവും വിശാലമാണ് കാഴ്ചയുടെ ഈ ലോകം. പിന്നീട് ശ്രവണശേഷിയാണ് അവനിൽ സന്നിവേശിപ്പിക്കപ്പെടുന്നത്. ശബ്ദങ്ങളും ഗീതങ്ങളും അതുവഴി കേൾക്കുന്നു. രുചി അറിയാനുള്ള ശേഷിയാണ് പിന്നീട് മനുഷ്യനിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഒടുവിൽ ഇന്ദ്രിയാനുഭവ ലോകത്തിൻ്റെ പരിധി അവൻ മറികടക്കുന്നു. ഈ സമയത്താണ് മനുഷ്യനിൽ വകതിരിവ് എന്ന പ്രാഥമിക വിവേചനശേഷി പടക്കപ്പെടുന്നത്. ഏകദേശം 7 വയസ്സ് പ്രായത്തിലാണ് ഇത് സംഭവിക്കുന്നത്. മനുഷ്യാസ്തിത്വത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നിന്നുള്ള ഒരു ഘട്ടമാണത്. ഈ ഘട്ടത്തിൽ ഇന്ദ്രിയ ലോകത്തിനപ്പുറമുള്ള കാര്യങ്ങളെ മനുഷ്യൻ ഗ്രഹിക്കുന്നു. അവൻ്റെ പഞ്ചേന്ദ്രിയ ലോകത്തില്ലാത്ത കാര്യങ്ങളാണവ. പിന്നീട് അവൻ മറ്റൊരു ഘട്ടത്തിലേക്ക് കയറുന്നു. അപ്പോഴാണ് അവനിൽ ബുദ്ധി എന്ന സിദ്ധി പടക്കപ്പെടുന്നത്. ബുദ്ധിപരമായ അനിവാര്യ കാര്യങ്ങൾ, സംഭവ്യ കാര്യങ്ങൾ, അതുപോലെ പൂർവ്വഘട്ടങ്ങളിൽ ഇല്ലാത്ത മറ്റനേകം കാര്യങ്ങളൊക്കെ മനുഷ്യൻ ഗ്രഹിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഇനി ബുദ്ധിക്ക് അപ്പുറം മറ്റൊരു ഘട്ടം കൂടിയുണ്ട്. മനുഷ്യനിൽ മറ്റൊരു കണ്ണ് തുറന്നു വരുന്ന ഘട്ടമാണത്. അതുവഴി മനുഷ്യൻ അദൃശ്യ സത്യങ്ങളും ഭാവി സംഭവങ്ങളും അറിയും. വകതിരിവ് ഘട്ടത്തിലുള്ള ഒരു കുട്ടിക്ക് മുമ്പിൽ ബുദ്ധിയുടെ അറിവുകൾ കാണിക്കപ്പെട്ടാൽ ചിലർ സ്വീകരിക്കാത്തതുപോലെ ചില ബുദ്ധിയുള്ളവർ പ്രവാചകത്വത്തിൻ്റെ അറിവുകൾ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അത് കേവലമായ അജ്ഞതയാണ്. കാരണം താൻ നിലവിൽ എത്തിച്ചേർന്നിട്ടില്ലാത്ത ഒരു ഘട്ടമാണ് അത് എന്നല്ലാതെ അവരുടെ നിഷേധത്തിന് മറ്റു യാതൊരു അവലംബവുമില്ല. താൻ ആ ലെവലിൽ എത്താത്തത് കൊണ്ട് ആ ലെവൽ തന്നെ ഇല്ല എന്ന് ഊഹിക്കുക മാത്രമാണ് മനുഷ്യൻ ചെയ്യുന്നത്. അനുഭവ പരിശോധനകളുടെയും ശാസ്ത്രീയ പരിഗണനകളുടെയും ആധിപത്യം നിലനിൽക്കുന്ന ഈ കാലത്ത് വഹിയിൻ്റെ സാധ്യത അത്തരം പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന പ്രവണതയുണ്ട്. എന്നാൽ തത്വചിന്താപരമായും ജ്ഞാനശാസ്ത്രപരമായും വഹി എന്ന സാധ്യതയെ നിരാകരിക്കാൻ കഴിയില്ല എന്നാണ് ഇമാം ഗസാലിയുടെ വിവരണം വ്യക്തമാക്കുന്നത്. മനുഷ്യൻ്റെ ജ്ഞാനം എത്ര തന്നെ വൈപുല്യമുള്ളതായാലും അത് നിഗമനശേഷിയിലും ഇന്ദ്രിയാനുഭവത്തിലും പരിമിതമാണ്. ധാർമ്മികത, ജീവിതാർത്ഥം, പരലോകം തുടങ്ങിയ അതിഭൗതിക യാഥാർത്ഥ്യങ്ങളെ വിശദീകരിക്കാൻ മനുഷ്യൻ്റെ സാധാരണ അറിവുകൾ പര്യാപ്തമല്ല. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ ഭൗതിക ബോധത്തിന് അതീതമായ വസ്തുതകൾ ഉണ്ടെന്നത് അനിഷേധ്യവുമാണ്. അതിനെക്കുറിച്ചുള്ള ശരിയായ അറിവ് ദൈവം മനുഷ്യന് വെളിപ്പെടുത്തുക എന്ന ധാരണ ബുദ്ധിപരമായി അസാധുവായ കാര്യമല്ല തന്നെ. സർവജ്ഞനും സർവശക്തനുമായ സത്യമാണ് ദൈവം മനുഷ്യരുമായി ആശയവിനിമയം സർവശക്തനുമായ സത്യമാണ് സത്യമായ ദൈവം മനുഷ്യരുമായി ആശയവിനിമയം നടത്തുന്നത്. തൻ്റെ സന്ദേശം താൻ തിരഞ്ഞെടുത്ത ദൂതന്മാർക്ക് വെളിപ്പെടുത്തുന്നത് ഒരു അസാധ്യ കാര്യമല്ല തന്നെ. എല്ലാവർക്കുമായി പൊതുവായി തീർച്ചയുള്ള ധാരാളം അറിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. ഇന്ദ്രിയാനുഭവമോ ചിന്തയോ ആവശ്യമില്ലാത്ത ബുദ്ധിയിൽ രൂഢമൂലമായ അനിഷേധ്യ അറിവുകളാണവ. ദൈവം നേരിട്ട് മനുഷ്യ മസ്തിഷ്കത്തിന് നൽകുന്നവയാണവ. ഇവിടം അനുമാനാതീതമായ നേരിട്ടുള്ള തീർച്ചയായ അറിവുകൾ ദൈവം പ്രവാചകന്മാർക്ക് നൽകുന്നതിൻ്റെ സാധ്യതയെ ബുദ്ധിപരമായി ഏതായാലും നിഷേധിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ്റെ ബുദ്ധിയും അനുഭവശേഷിയും അതിൻ്റെ പരിധികളിൽ മാത്രം പ്രവർത്തിക്കുമ്പോൾ നാം കാണുന്ന സൃഷ്ടിജാലത്തെക്കുറിച്ചും പ്രകൃതിയിലെ നിയമങ്ങളെക്കുറിച്ചും ശാസ്ത്രം വിശദീകരിക്കുമ്പോൾ സൃഷ്ടിപ്പിൻ്റെ ആമുഖം, ഉദ്ദേശ്യം, പരിണതി എന്നിവയെക്കുറിച്ച് ശാസ്ത്രത്തിന് തീർച്ചയുള്ള ഒരു വിശദീകരണം ഉണ്ടോ? നിശ്ചയമായും ഇല്ല തന്നെ. മനുഷ്യൻ്റെ അറിവിൻ്റെ ഈ ശൂന്യതയിൽ നിന്നൊരു ചോദ്യം ഉയരുന്നു. പരമകാരുണ്യമുള്ള പരമജ്ഞനായ ദൈവം മനുഷ്യനുമായി ആശയവിനിമയം നടത്തുന്നതിൽ എന്താണ് അസാധ്യം എന്നതാണ് ആ ചോദ്യം. മനുഷ്യൻ്റെ ആന്തരിക വ്യാകുലതകൾക്കും ജീവന്റെ ലക്ഷ്യത്തിനും ഉത്തരമാകുന്ന ഒരു ദൈവിക സന്ദേശം ഉണ്ടായിരിക്കാം എന്ന് നിഷേധിക്കാൻ എന്താണ് അടിസ്ഥാനം? മനുഷ്യന്റെ പരിധികളെ മറികടക്കുന്ന ഒരു ജ്ഞാനത്തിൻ്റെ സ്രോതസ് ബുദ്ധിപരമായി സാധ്യമെന്ന് മാത്രമല്ല, അതിൻ്റെ അഭാവം മനുഷ്യന്റെ ബുദ്ധിയെ പരിഭ്രാന്തിയിലാക്കുകയും ചെയ്യും. പരമാത്മാവ് ഒരു മനുഷ്യനോട് നേരിട്ട് അഥവാ മലക്ക് വഴി ആശയവിനിമയം നടത്തുന്നത് ഒരു അപസർപ്പക കഥയായി അവതരിപ്പിക്കുന്നവരാണ് നേരത്തെ പറഞ്ഞ ശാസ്ത്രാഭിമുഖ്യം വർദ്ധിച്ച ചിലർ. ശാസ്ത്രത്തോട്
ചേരുന്നവയെ മാത്രം സത്യമായി അംഗീകരിക്കുന്നവരാണവർ. മതം പറയുന്ന വെളിപാട് ശാസ്ത്രവിരുദ്ധമാണ് എന്നവർ കരുതുന്നു. എന്നാൽ വെളിപാട് സാധുവാണെന്ന് എന്ന തിരിച്ചറിവിലേക്ക് നയിക്കുന്ന ധാരാളം ഉദാഹരണങ്ങൾ മനുഷ്യാനുഭവത്തിൽ തന്നെ നമുക്ക് നിരത്താൻ കഴിയും. അവയിൽ ചിലത് താഴെ കുറിക്കാം. ഒന്ന്, സ്വപ്നം. ഇത് സംബന്ധമായി ഇമാം ഗസാലിയുടെ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിവരണം നാം കണ്ടു കഴിഞ്ഞു. നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ലാത്ത വസ്തുതകൾ നാം സ്വപ്നത്തിൽ കാണുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളെ നാം കണ്ടുമുട്ടുന്നു. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മുന്നറിയിപ്പായി നമുക്ക് ലഭിക്കുന്നു. ഇവയെല്ലാം മനസ്സിൻ്റെ അകത്തേക്ക് നേരിട്ട് എത്തുന്ന സന്ദേശങ്ങളാണല്ലോ. മനുഷ്യൻ്റെ ഇന്ദ്രിയാനുഭവങ്ങളും ബുദ്ധിയുടെ ബോധവും പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്ന അവസ്ഥയിലാണ് ഇത് സംഭവിക്കുന്നത്. അതായത് മനുഷ്യാത്മാവുമായി പഞ്ചേന്ദ്രിയങ്ങളുടെയും ബുദ്ധിയുടെയും അഭാവത്തിൽ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നത് ബുദ്ധിപരമായി സാധ്യമാണ്. എന്നല്ല, നമ്മുടെ സാധാരണ ജീവിതത്തിൽ അത് സംഭവിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ സ്വപ്നത്തിൻ്റെ ഈ ഉപമ തന്നെ പര്യാപ്തമാണ്. രണ്ടാമത്, ടെലിപ്പതി. നിലവിലുള്ള സാധാരണമായ സംവേദന മാർഗങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ ചിന്തയിലുള്ള ആശയങ്ങളെ ദൂരത്തുള്ള മറ്റൊരാളുടെ ചിന്തയിലേക്ക് വിനിമയം ചെയ്യുന്നതിനെയാണ് ടെലിപ്പതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ ഇത് സംബന്ധമായി പൂർണ്ണമായി പഠിച്ചിട്ടില്ലെങ്കിലും ശാസ്ത്രലോകം ഇതിൻ്റെ വസ്തുതകൾ പരിശോധിച്ചു വരികയാണ്. ഇങ്ങനെ മനുഷ്യർക്കൊരു സംവേദന മാർഗവും ഇല്ലാതെ അകലത്തിലുള്ള മനുഷ്യനുമായി ആശയവിനിമയം നടത്താൻ കഴിയുമെങ്കിൽ ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിൽ അസാധാരണ മാർഗത്തിൽ സന്ദേശം നൽകുന്നത് അസാധ്യമായി കണക്കാക്കാൻ യാതൊരു നിർവാഹവുമില്ല. 3, ഹിപ്നോട്ടിസം. ആധുനിക ശാസ്ത്രത്തിൽ ഹിപ്നോട്ടിസം ഒരു അംഗീകരിക്കപ്പെട്ട സംഭവമാണ്. ഹിപ്നോട്ടിസം ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ഇവിടെ വ്യക്തി സാധാരണ ബോധാവസ്ഥയിൽ നിന്ന് മാറി ആഴത്തിലുള്ള ശ്രദ്ധയും സ്വീകരണശേഷിയും സജസ്റ്റിവിറ്റി ഉള്ള ട്രാൻസ് സ്റ്റേറ്റിൽ പ്രവേശിക്കുന്നു. ഹിപ്നോട്ടിസ്റ്റ് നടത്തുന്ന നിർദ്ദേശങ്ങൾ ഈ അവസ്ഥയിൽ വ്യക്തിയുടെ അവബോധത്തിൽ നേരിട്ട് പ്രവേശിക്കുന്നു. അതായത് ഹിപ്നോട്ടിസ്റ്റ് വ്യക്തിയുടെ ശ്രദ്ധ ഒരേ ഒരു ചിന്തയിലോ ഓർമ്മയിലോ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ബോധം മനുഷ്യനിൽ നഷ്ടമാകുമ്പോൾ മനസ്സിൻ്റെ അന്തർമനസ്സ് തുറന്നു വരുന്നു. ഈ സമയത്ത് ഹിപ്നോട്ടൈസ്ഡ് ആയ വ്യക്തിക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അവനിൽ സവിശേഷ സ്വാധീനം ചെലുത്തുന്നു. മനസ്സ് പ്രത്യേകമായൊരു അബോധാവസ്ഥയിലെത്തുമ്പോൾ പുറത്തുനിന്ന് നൽകപ്പെടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മനസ്സ് പ്രതികരിക്കുന്ന സവിശേഷ രീതിയാണ് ഹിപ്നോട്ടിസത്തിൽ നടക്കുന്നത്. മനുഷ്യ ശക്തിക്ക് അതീതമായ വിധത്തിൽ ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിൽ സന്ദേശം നൽകുന്നത് അസാധാരണ മാർഗങ്ങളിലൂടെയാണ്. നമുക്ക് പരിചിതമല്ലാത്ത സംവേദന മാർഗങ്ങൾ പലതും നമ്മുടെ അന്വേഷണം വികസിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ തുറന്നു വരുന്നതിൻ്റെ ഉദാഹരണമാണ് ഹിപ്നോട്ടിസം. പരിചിതമല്ല എന്നതുകൊണ്ട് വെളിപാടിനെ നിരാകരിക്കുന്നത് യുക്തിസഹമായ ഒരു നിലപാടല്ല എന്നർത്ഥം. 4, സാറ്റലൈറ്റ് സംപ്രേഷണം. നമ്മുടെ ഫോണുകളിലേക്ക് അല്ലെങ്കിൽ ടിവികളിലേക്കും സാറ്റലൈറ്റുകൾ എത്ര ദൂരെ നിന്നും നേരിട്ട് സന്ദേശങ്ങൾ എത്തിക്കുന്നത് ഇന്നത്തെ ശാസ്ത്രീയ സത്യമാണ്. നമ്മൾ നേരിട്ട് ആശയവിനിമയം കാണുന്നില്ല, കേൾക്കുന്നില്ല. എങ്കിലും സാറ്റലൈറ്റ് സംപ്രേഷണം ഒരു യാഥാർത്ഥ്യമാണ്. അതായത് നമ്മുടെ സാധാരണ ബോധാവസ്ഥയിൽ അറിയാത്ത അദൃശ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന നമ്മുടെ അനുഭവത്തിലെ സംവേദനങ്ങളാണ് അവയൊക്കെ. ദൈവികമായ സന്ദേശം എത്രയധികം സാധ്യമാണെന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെ ശാസ്ത്ര ആഭിമുഖ്യം വർദ്ധിച്ചവർക്ക് സഹായകമാകും. വഹയിൻ്റെ ആവശ്യകത. പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവ് അനിവാര്യമാണ് എന്ന നിലപാട് തറയിൽ നിന്നാണ് വഹയിനെക്കുറിച്ചുള്ള അന്വേഷണം നമ്മൾ ആരംഭിക്കുന്നത്. സർവശക്തനും അഥവാ ആരംഭിക്കേണ്ടതെന്നർത്ഥം. സർവശക്തനും സർവജ്ഞനും സ്വതന്ത്ര പരമാധികാരിയുമായ സ്രഷ്ടാവിൻ്റെ സൃഷ്ടികർമ്മമാണ് പ്രപഞ്ചം. അറിവും ഇച്ഛയുമുള്ള ഒരു ശക്തിയുടെ കർമ്മത്തിനു പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടാവാതെ നിർവാഹമില്ല. യാദൃശ്ചികതയും ലക്ഷ്യരാഹിത്യവും ദൈവത്തിൽ ആരോപിക്കാനും സാധ്യമല്ല. കാരണം അവ രണ്ടും ബോധമില്ലാത്ത പദാർത്ഥത്തിൻ്റെ സ്വഭാവങ്ങളാണ്. ബോധത്തിൽ നിന്ന് നിർഗളിക്കുന്നതൊക്കെ ഉദ്ദേശ്യത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നുമാണ് നിർഗളിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലും ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ലക്ഷ്യം മനുഷ്യൻ്റെ ലക്ഷ്യം പോലെയല്ല. മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവനൊരു കാര്യം ലക്ഷ്യം വെക്കുക എന്നാൽ ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിൻ്റെ അഭാവത്തിൽ അവൻ അപൂർണനാണ് എന്നാണ് അർത്ഥം. ആ ലക്ഷ്യം കൂടി ചേരുമ്പോഴാണ് പൂർണ്ണത അവന് കൈവരുന്നത്. അതായത് മനുഷ്യൻ ഒരു ലക്ഷ്യം മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ അതിനർത്ഥം അവൻ ഇപ്പോൾ അപൂർണനാണ്, ന്യൂനതയുള്ളവനാണ്. തൻ്റെ ലക്ഷ്യം കൂടി നേടുമ്പോഴാണ് താൻ പൂർണ്ണത കൈവരിക്കുന്നത് എന്നാണ്. ഇതേപോലെ തൻ്റെ അപൂർണത പരിഹരിക്കാനാണ് അള്ളാഹു പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് കരുതാൻ കഴിയില്ല. സർവ്വ ന്യൂനതകളിൽ നിന്നും മുക്തനായ സമ്പൂർണതയുടെ സർവ്വഗുണങ്ങളും സമ്മേളിച്ച ശക്തിയെയാണ് ദൈവം എന്ന് വിളിക്കപ്പെടുന്നത്. ന്യൂനത എന്ന്
ന്യൂനത എന്നത് ദിവ്യത്വത്തിന് വിരുദ്ധമായ കാര്യമാണ്. അപ്പോൾ അള്ളാഹു പ്രപഞ്ചത്തെ പടച്ചത് തനിക്കൊരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണ് എന്ന് പറയാവതല്ല. തൻ്റെ സത്താപരമായ പൂർണ്ണതയ്ക്ക് വേണ്ടിയല്ല ദൈവം പ്രപഞ്ചം അഥവാ ദൈവേതര അസ്തിത്വങ്ങൾ പടച്ചത് എന്ന് ചുരുക്കം. അതേസമയം ലക്ഷ്യം എന്നത് സ്വയം തന്നെ പൂർണ്ണതയെ സാക്ഷാത്കരിക്കാനുള്ള ഒരു ശ്രമമാണ്, ന്യൂനതയെ മറികടക്കാനുള്ള ഒരു വേലയാണ്. ഇവിടെ പ്രപഞ്ച സൃഷ്ടികർമ്മത്തിലുള്ള ദൈവിക ലക്ഷ്യവും ഒരു പൂർണ്ണതയെ സാക്ഷാത്കരിക്കുന്നുണ്ട്. അത് പക്ഷേ സ്രഷ്ടാവിൻ്റെ പൂർണ്ണതയല്ല, പ്രത്യുത സൃഷ്ടിയുടെ പൂർണ്ണതയെ തന്നെയാണ്. അതെങ്ങനെയെന്നോ, സമ്പൂർണ്ണ നന്മകളുടെ ഉത്കൃഷ്ട സ്വത്വമാണ് ദൈവം. ആ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ മുഴുക്കെ നന്മയാണ്, കലർപ്പില്ലാത്ത നന്മയാണ്. സത്തയിൽ തന്നെ നന്മയായ ദൈവിക ഉദ്ദേശത്തിൻ്റെ പ്രവാഹമാണ് വാസ്തവത്തിൽ പ്രപഞ്ചം. പ്രപഞ്ച സൃഷ്ടി എന്നത് ദൈവിക ലക്ഷ്യത്തിൻ്റെ പൂരണമല്ല എന്നർത്ഥം. പ്രത്യുത ദൈവിക നന്മയുടെ പ്രവാഹമാണ് ദിവ്യമായ ഉദ്ദേശത്തിൽ നിന്നും പുറത്തു വന്നത്. ദൈവിക ഉദ്ദേശത്തെ പ്രചോദിപ്പിക്കുന്ന ദൈവബാഹ്യമായ ഒരു ലക്ഷ്യം സൃഷ്ടികർമ്മത്തിന് പിന്നിൽ ഇല്ലെങ്കിലും ആ ദൈവിക ഉദ്ദേശത്തിനകത്ത് ഒരു ലക്ഷ്യമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അത് ദൈവിക നന്മയുള്ള ദൈവിക ഉദ്ദേശത്തിന്റെ സ്വാഭാവിക അനിവാര്യതയാണ്. പ്രപഞ്ചത്തിന്റെ പൂർണ്ണതയാണ് ആ ലക്ഷ്യം. അങ്ങനെ ഒരു ലക്ഷ്യം നിർണയിച്ചു നൽകിയാണ് അവൻ പ്രപഞ്ചത്തെ പടച്ചത് എന്നർത്ഥം. ദൈവഹിതമനുസരിച്ച് പ്രപഞ്ചം ന്യൂനതയിൽ നിന്ന് പൂർണ്ണതയിലേക്കുള്ള സഞ്ചാരത്തിലാണ്. പ്രപഞ്ചത്തിലെ മനുഷ്യനൊഴികെയുള്ള വസ്തുക്കളും ജീവികളും അവക്കകത്ത് ആദ്യമേ സ്ഥാപിക്കപ്പെട്ട നിയമങ്ങൾക്കനുസരിച്ച് പൂർണ്ണത എന്ന ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിയമാനുസൃതം സഞ്ചരിക്കുന്നു എന്നത് നമ്മുടെ അനുഭവമാണ്. ഏറ്റവും ചെറിയ പ്രപഞ്ച കണികകളായ ആറ്റങ്ങളും അവക്കകത്തുള്ള ന്യൂട്രോണുകൾ, പ്രോട്ടോണുകൾ, ഇലക്ട്രോണുകൾ എന്നിവ മുതൽ മഹാനക്ഷത്രങ്ങൾ വരെ നിയതമായ നിയമങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മനുഷ്യന്റെ നിരീക്ഷണ ഫലങ്ങൾ നമ്മെ തെര്യപ്പെടുത്തിയതാണ്. ഇനി ജീവജാലങ്ങളും പൂർണ്ണതയിലേക്ക് പ്രയാണം ചെയ്യുകയാണ്. അവരവരുടെ ആപേക്ഷിക പൂർണ്ണതയിലേക്ക് അവയുടെ ജീവിതത്തിന്റെ അഥവാ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിന്റെ നിയമങ്ങൾ സഹജാവബോധമായി അവയിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, അവയിൽ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായി, നാം മനുഷ്യർ നമ്മുടെ കുട്ടികളെ അവർ കാഷ്ടിച്ചതുപോലെയുള്ള ഉച്ഛിഷ്ടങ്ങൾ കഴിക്കരുത് എന്ന് പുറത്തുനിന്ന് പാരന്റിങ്ങിലൂടെ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ജീവികൾക്ക് അത്തരം നിർദ്ദേശങ്ങളും നിയമങ്ങളും സഹജമായി തന്നെ നൽകപ്പെട്ടിട്ടുണ്ട്. പുറത്തു നിന്നുള്ള എഡ്യൂക്കേഷൻ ആവശ്യമില്ല എന്നർത്ഥം. അവർക്ക് വിദ്യാലയങ്ങളിലോ പാഠശാലകളിലോ പഠിക്കേണ്ടതില്ല. മുതിർന്നവരുടെ ഉപദേശ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ആവശ്യമില്ലാതെ തന്നെ കാര്യങ്ങൾ കൃത്യമായി അവർ ചെയ്യുന്നു. തേനീച്ചകൾ, ജന്തുലോകത്തെ എഞ്ചിനീയർമാർ എന്നറിയപ്പെടുന്ന ബീവറുകളൊക്കെ സങ്കീർണമായ സാമൂഹിക മാതൃകകൾ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാതെ നൈസർഗികമായി തന്നെ ജീവിതത്തിൽ പുലർത്തുന്നവയാണ്. അവരുടെ ജീവിത ദൗത്യം നിർവഹിക്കാനുള്ള നിർവഹണ നിയമങ്ങൾ അവർ പിന്തുടരുന്നുണ്ട്. എന്നാൽ ആ നിയമങ്ങൾ അവരുടെ സ്വത്വത്തിന് അകത്ത് നൈസർഗികമായി ഉള്ളതാണ്. സഹജാവബോധത്താലാണ് ജീവജാലങ്ങൾ ആ നിയമങ്ങൾ അനുസരിക്കുകയും അവരവരുടെ ജീവിത ദൗത്യം നിർവഹിക്കുകയും ചെയ്യുന്നത് എന്നർത്ഥം. അതേസമയം മനുഷ്യൻ ഇവയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ബുദ്ധിയും ചിന്താ സ്വാതന്ത്ര്യവും അവൻ്റെ സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണതയിലേക്കുള്ള അവൻ്റെ സഞ്ചാരം യാന്ത്രികമോ സഹജാവബോധത്താൽ പ്രചോദിതമോ അല്ല. തൻ്റെ ശരിയായ തിരഞ്ഞെടുപ്പിന് പ്രതികൂലമായി ബാധിക്കുന്ന അനേകം പ്രതികൂല ഘടകങ്ങളും മനുഷ്യനിൽ ജന്മനാ ഉണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് വേണം പൂർണ്ണതയിലേക്കുള്ള തൻ്റെ സഞ്ചാരം സാധ്യമാക്കേണ്ടത്. ഏതായാലും പ്രപഞ്ചത്തിന് പൊതുവിലും മനുഷ്യന് പ്രത്യേകിച്ചും ഒരു ലക്ഷ്യമുണ്ടെന്നത് ദൈവികമായ പ്രപഞ്ച വീക്ഷണത്തിന്റെ പ്രത്യേകതയാണ്. ന്യൂനതയിൽ നിന്നും മുക്തമായി ആപേക്ഷിക പൂർണ്ണതയെ സാക്ഷാത്കരിക്കുക എന്നതാണ് ആ ലക്ഷ്യം. ഭൗതികമായ പ്രപഞ്ച വീക്ഷണങ്ങളിൽ മനുഷ്യനോ പ്രപഞ്ചത്തിനോ ഒരു ലക്ഷ്യം കണ്ടെത്താൻ കഴിയില്ല. പ്രാപഞ്ചിക അസ്തിത്വ ലക്ഷ്യങ്ങളെ വിശദീകരിക്കുന്ന ഒരു ഫിലോസഫി മുന്നോട്ട് വെക്കാൻ ഭൗതിക പ്രപഞ്ച വീക്ഷണത്തിൽ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി ഭൗതികവാദ സിദ്ധാന്തങ്ങൾ മനുഷ്യനെ ജീവിതത്തെക്കുറിച്ച ശൂന്യതാബോധത്തിലേക്കും നൈരാശ്യത്തിലേക്കുമാണ് തള്ളിവിടുന്നത്. അസ്തിത്വവാദ തത്വചിന്തകനായ സാർത്ത് ഒക്കെ ഇത് കൃത്യമായി സമ്മതിച്ചിട്ടുള്ളത് ചരിത്രമാണ്. എന്താണ് പൂർണ്ണത? മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് അവൻ്റെ പൂർണ്ണത എന്നത് സുവ്യക്തമായ ഒരു കാര്യമാണ്. ആത്മാവും ശരീരവും ചേർന്നതാണല്ലോ മനുഷ്യൻ. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സമ്പൂർണ്ണ പുരോഗതിയാണ് മനുഷ്യൻ്റെ പൂർണ്ണത. വിജ്ഞാനാനുസൃതമായ കർമ്മങ്ങൾ, നീതി, അനശ്വരമായ സമാധാനം തുടങ്ങിയ ധാരാളം പൂർണ്ണതയുടെ ഗുണങ്ങൾ എല്ലാ കാലത്തെയും മനുഷ്യൻ്റെ മോഹവും അഭിലാഷവുമാണ്. ആ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് എല്ലാ കാലത്തെയും മനുഷ്യൻ്റെ പരിശ്രമങ്ങൾ. ഉത്കൃഷ്ടമായ ഉപര്യുക്ത ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യം
പ്രാധാന്യമർഹിക്കുന്നത് മനുഷ്യന്റെ ജ്ഞാനം എന്ന പൂർണ്ണത തന്നെയാണ്. അറിയേണ്ടതെല്ലാം അറിയുമ്പോൾ ഉണ്ടാകുന്ന സമാധാനത്തിൻ്റെയും സായുജ്യത്തിൻ്റെയും ആനന്ദ നിമിഷം തന്നെയാണ് മനുഷ്യന്റെ പരിപൂർണത. അറിയേണ്ടതിൽ ഏറ്റവും വലിയ അറിവ് താൻ ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവ് തന്നെയാണ്. ഈ അറിവ് സർവ്വപൂർണതകളിലേക്കും മനുഷ്യനെ നയിക്കാൻ ശേഷിയുള്ള അറിവ് തന്നെയാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് തൻ്റെ സൃഷ്ടാവിനെ അറിയുക എന്നത് തന്നെയാണ് അവൻ്റെ പൂർണ്ണതയുടെ സാക്ഷാത്കാരം. മനുഷ്യേതരമായ ജീവജാലങ്ങളുടെയും മറ്റു പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളുടെയും നിലനിൽപ്പിന്റെ പൂർണ്ണത എന്താണ്? നിശ്ചയമായും ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെയും സൃഷ്ടിപ്പിന്റെ രഹസ്യത്തെയും അറിയാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെ സേവിക്കുക എന്നത് തന്നെയാണ് അവയുടെയൊക്കെ പൂർണ്ണത. ഈ സേവനം രണ്ടു വിധത്തിലാവാം. ഒന്ന്, മനുഷ്യന്റെ ഭൂമിയിലെ ജീവിതത്തെ നിലനിർത്തുവാനും തൻ്റെ അറിവനുസരിച്ച് ജീവിക്കുവാനും അനുകൂലമായ പ്രാപഞ്ചിക പ്രതലം ഒരുക്കുക എന്നതാണ്. രണ്ടാമത്തത്, മനുഷ്യന്റെ അന്വേഷണങ്ങളെ പ്രചോദിപ്പിക്കുന്ന കുറിമാനങ്ങളായി പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങൾ നിലകൊള്ളുക എന്നതാണ്. ഇത് സംബന്ധമായി വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങൾ പ്രസിദ്ധമാണ്. ദൈവികമായ ലോകാവബോധം അനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും ലക്ഷ്യം ദൈവം നിശ്ചയിച്ച പൂർണ്ണത കൈവരിക്കലാണെന്നാണ് നാം മനസ്സിലാക്കിയത്. നിയതമായ ആ പൂർണ്ണത എന്താണ്? ആ പൂർണ്ണതയെ എങ്ങനെ സാക്ഷാത്കരിക്കും? അതായത് പൂർണ്ണതയിലേക്കുള്ള വഴികാട്ടി ആരാണ്? ഇവിടെയാണ് പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ നാം രണ്ടായി വർഗീകരിച്ച് വിശകലനം ചെയ്തത്. ഒന്ന്, പൂർണ്ണതയിലേക്കുള്ള പ്രയാണപഥവും പ്രമാണവും ആദ്യമേ അകത്ത് സംവിധാനിക്കപ്പെട്ട പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളും മനുഷ്യേതര ജീവികളുമാണ്. രണ്ടാമത്തത്, അങ്ങനെ സംവിധാനിക്കപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യരും. സൃഷ്ടിപ്പിൽ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടില്ലാത്ത പദാർത്ഥങ്ങളിലും ജീവികളിലുമാണ് പൂർണ്ണതയിലേക്കുള്ള പ്രയാണപഥം ആദ്യമേ നിക്ഷേപിക്കപ്പെട്ടത്. അതുകൊണ്ട് അവയെ സംബന്ധിച്ച് പുറത്തു നിന്നുള്ള ഒരു വഴികാട്ടിയെയോ ഗുരുനാഥനെയോ ആവശ്യമില്ല. ഈ യാഥാർത്ഥ്യത്തെ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും ചെറുതു മുതൽ ഏറ്റവും വലുതുവരെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എങ്ങനെയാണ് നിലകൊള്ളേണ്ടത് എന്നറിയാം എന്നർത്ഥം. എങ്ങനെ നിലകൊള്ളണം എന്ന് പഠിപ്പിക്കാൻ പുറത്തു നിന്നുള്ള അധ്യാപകൻ അവർക്ക് വേണ്ടതില്ല. അവരുടെ അധ്യാപകൻ അവരുടെ അസ്തിത്വത്തിന്റെ ആഴിയിൽ തന്നെ നിക്ഷിപ്തമാണ്. തേനീച്ചയിൽ സൃഷ്ടിപ്പിലെ നിക്ഷേപിക്കപ്പെട്ട ഈ വഴികാട്ടിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് കാണാം. ജീവജാലങ്ങൾക്കപ്പുറത്ത് അചേതനമായ പദാർത്ഥങ്ങളിലും അവയുടെ നിയോഗ ദൗത്യത്തെ സംബന്ധിച്ച അറിവ് സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇലക്ട്രോണിന് അറിയാം എങ്ങനെയാണ് പ്രോട്ടോണിന് ചുറ്റും കറങ്ങേണ്ടതെന്ന്, എപ്രകാരം എത്ര ദൂരം സഞ്ചരിക്കണമെന്ന്. ഇതുപോലെ പ്രപഞ്ചത്തിൽ ഓരോന്നിനും അറിയാം അതിൻ്റെ സഞ്ചാര പഥം. മനുഷ്യൻ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. അവൻ്റെ പ്രയാണപഥം തൻ്റെ ഉള്ളിൽ സംവിധാനിക്കപ്പെട്ടിട്ടില്ല. അവൻ്റെ ദൈവിക പ്രോക്തമായ പ്രകൃതിയിൽ അത് അന്തർലീനവും അല്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണതയിൽ എത്താൻ അവനെ സംബന്ധിച്ച് പുറത്തുനിന്നുള്ള മാർഗദർശനം ആവശ്യമാണ്. ശാസ്ത്രത്തിനോ തത്വശാസ്ത്രത്തിനോ മനുഷ്യന്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണപഥം നിയതമായി കണ്ടെത്തി അവന് മാർഗദർശനം നൽകാൻ കഴിയുമോ എന്നതാണ് ഇവിടെ ഒരു ചോദ്യം. കഴിയുമെങ്കിൽ എങ്ങനെ സാധ്യമാകും? ഈ ചോദ്യത്തിന് ഉത്തരം കാണുന്നതിന് മുമ്പ് നിയമരൂപീകരണത്തിൽ പരിഗണിക്കേണ്ടത് മനുഷ്യന്റെ ആവശ്യത്തെയാണോ അതോ ആഗ്രഹത്തെയാണോ എന്ന് മനസ്സിലാക്കണം. നിശ്ചയമായും നമുക്ക് പറയാൻ കഴിയും ആവശ്യത്തെയാണ് പരിഗണിക്കേണ്ടത് എന്ന്. പൂർണ്ണതയുടെ ദിശയിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കേണ്ടത് തൻ്റെ ആഗ്രഹത്തെ അടിസ്ഥാനമാക്കിയല്ല, പ്രത്യുത ആവശ്യത്തെ അടിസ്ഥാനമാക്കിയാണ്. ഭക്ഷിച്ചും ഭോഗിച്ചും നിദ്രയിലാണ്ടും സുഖങ്ങളിൽ അഭിരമിക്കണമെന്നത് മനുഷ്യന്റെ ആഗ്രഹമാണ്, അവന്റെ മോഹമാണ്. ഉയരങ്ങളിൽ എത്താൻ അവയൊക്കെ ത്യജിക്കണം എന്നത് തൻ്റെ ഉന്നതമായ ആവശ്യവുമാണ്. അത്തരം ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയാവണം മനുഷ്യന്റെ പൂർണ്ണതയിലേക്ക് ഉയരാനുള്ള കർമ്മപദ്ധതിയും ജീവിത നിയമവും രൂപീകരിക്കേണ്ടത്. മനുഷ്യന്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിത നിയമം ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതേസമയം തൻ്റെ ആവശ്യത്തിന് അടിസ്ഥാനമാക്കിയുള്ള നിയമം ഉണ്ടാക്കാൻ ചില മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി 3 മാനദണ്ഡങ്ങളാണ് ഇതിനുള്ളത്. 1, മനുഷ്യനെ അറിയുക. 2, പൂർണ്ണതയുടെ മാനദണ്ഡങ്ങൾ അറിയുക. 3, ആത്മനിഷ്ഠ ചോദനകളിൽ നിന്ന് നിയമനിർമ്മാതാവ് സ്വതന്ത്രമാവുക. ഈ 3 നിബന്ധനകളിൽ ഒന്ന് നഷ്ടമായാൽ മനുഷ്യന് വേണ്ട ജീവിത നിയമം രൂപീകരിക്കാൻ കഴിയില്ല. ശാസ്ത്രത്തിനും തത്വശാസ്ത്രത്തിനും അത് കഴിയില്ല. മനുഷ്യനെക്കുറിച്ചുള്ള അന്വേഷണം പൗരാണിക കാലം മുതൽക്കേ ആരംഭിച്ചതാണ്. അരിസ്റ്റോട്ടിൽ മുതൽ മനുഷ്യനെക്കുറിച്ചുള്ള അന്വേഷണം മനുഷ്യൻ നടത്തിയിട്ടുണ്ട്. പൂർണ്ണമായി ഇതുവരെ മനുഷ്യൻ എന്ന പ്രതിഭാസത്തെ അറിയാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 20-ാം നൂറ്റാണ്ടിലെത്തിയതോടെ മനുഷ്യൻ അതിസങ്കീർണമായ പ്രതിഭാസമായി കുഴക്കുന്ന അന്വേഷണ വിഷയമായി മാറുകയാണ് ചെയ്തത്. വലിയ ചിന്തകരൊക്കെ മനുഷ്യനെ
അറിയാൻ കഴിയില്ല എന്ന് സമ്മതിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ നരവംശാസ്ത്രത്തിന്റെ പിതാവ് മാൻ ദ അൺനോൺ എന്ന പുസ്തകമാണ് എഴുതിയത്. മനുഷ്യനെ പൂർണ്ണമായി അറിയാൻ മനുഷ്യന് കഴിയില്ല എന്ന് സംഗ്രഹിക്കുകയാണ് ആ പുസ്തകത്തിൽ. മനുഷ്യനെ അറിയാൻ കഴിയാതെ മനുഷ്യന്റെ പൂർണ്ണതയ്ക്ക് വേണ്ട അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നും അറിയാൻ കഴിയില്ല. ഇനി മേൽപ്പറഞ്ഞ രണ്ടു കാര്യങ്ങളും അറിഞ്ഞു എന്ന് സങ്കല്പിച്ചാൽ തന്നെ നിയമനിർമ്മാതാവിന് ആത്മനിഷ്ഠ വികാരങ്ങളിൽ നിന്ന് മുക്തമായി വസ്തുനിഷ്ഠമായ ഒരു ജീവിത നിയമം ഉണ്ടാക്കാൻ തീർച്ചയായും കഴിയില്ല. ചുരുക്കത്തിൽ പൂർണ്ണതയിലേക്കുള്ള മനുഷ്യന്റെ പ്രയാണം സാധ്യമാക്കാൻ മനുഷ്യന്റെ പുറത്തു നിന്നുള്ള മാർഗദർശനം അനിവാര്യമാണെന്ന് ചുരുക്കം. ഇവിടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നുള്ള മാർഗദർശനം അഥവാ വഹി എന്ന പ്രതിഭാസത്തിന്റെ ആവശ്യം ഉത്ഭവിക്കുന്നത്. വഹിയിന്റെ നിഷേധം ദൈവനിഷേധം. വഹിയിന്റെ നിഷേധം മനുഷ്യന്റെ സൃഷ്ടിപ്പിന് പിന്നിലെ ലക്ഷ്യത്തെ നിഷേധിക്കലാണ്. സൃഷ്ടിപ്പ് ലക്ഷ്യരഹിതമാണ്, ഉദ്ദേശരഹിതമാണ് എന്ന വാദം സൃഷ്ടിപ്പിന് പിന്നിലെ സൃഷ്ടാവിന്റെ ബോധത്തെ തന്നെ നിഷേധിക്കലാണ്. അറിവും ഉദ്ദേശ്യവും ഉള്ള ദൈവത്തിന്റെ നിഷേധമാണത്. ബോധത്തിൽ നിന്നും നിർഗളിച്ചത് ലക്ഷ്യരഹിതമാകാൻ നിർവാഹമില്ല എന്നതാണ് കാരണം. അപ്പോൾ ലക്ഷ്യത്തിന്റെ നിഷേധം സൃഷ്ടാവിനെ തന്നെ നിഷേധിക്കലാണ്. വഹിയിന്റെ നിഷേധം തൗഹീദിന്റെ നിഷേധമാണെന്ന് ചുരുക്കം. വഹി എങ്ങനെ അറിയാം? ദൈവത്തിൽ നിന്നുള്ള വഹി അഥവാ വെളിപാട് ലഭിച്ചവരാണ് പ്രവാചകന്മാർ അഥവാ ദൈവദൂതന്മാർ. അങ്ങനെയാണ് മനുഷ്യചരിത്രം എന്നതാണ് ചരിത്രം. ഈ ദൈവദൂതിനെ അഥവാ പ്രവാചകത്വത്തെ തിരിച്ചറിയുക എന്നത് തന്നെയാണ് ദൈവിക വെളിപാടിനെ തിരിച്ചറിയാനുള്ള വഴി. രണ്ടു മാർഗങ്ങളാണ് ദൈവിക വെളിപാട് തിരിച്ചറിയാനുള്ളത്. ഒന്ന് മാനുഷിക മാർഗമാണ്, മറ്റേത് അമാനുഷികവും. ഒന്ന് സാധാരണ വിജ്ഞാന മാർഗമാണ്, രണ്ടാമത്തേത് അസാധാരണ മാർഗവും. രണ്ട് മാർഗങ്ങളുണ്ട് എന്ന ആശയത്തെ ഉദാഹരണ സഹിതം വ്യക്തമാക്കാം. ഉദാഹരണമായി നമുക്കൊരു ടെലിവിഷൻ സെറ്റ് ഉണ്ട്. ടെലിവിഷൻ അതിൻ്റെ പുറത്തുള്ള ഒരു കേന്ദ്രവുമായി അഥവാ സാറ്റലൈറ്റുമായി സമ്പർക്കത്തിലാണോ എന്ന് നമുക്ക് തിരിച്ചറിയണം. അങ്ങനെ ഒരു പരിശോധന നടത്തുന്നവരെ രണ്ട് വിഭാഗമാക്കി തിരിക്കാം. ഒന്നുകിൽ തത്സംബന്ധമായ പര്യാപ്തമായ സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരു വിഭാഗം, അല്ലെങ്കിൽ അത്തരം വൈദഗ്ധ്യമില്ലാത്ത സാധാരണ വിഭാഗം. സാങ്കേതിക തികവില്ലാത്തവരെ സംബന്ധിച്ച് ടെലിവിഷൻ അതിൻ്റെ പുറത്തുള്ള ഒരു കേന്ദ്രവുമായി സമ്പർക്കത്തിലാണോ എന്ന് തിരിച്ചറിയാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ടെലിവിഷൻ പുറത്തുവിടുന്ന ചിത്രങ്ങളും ശബ്ദങ്ങളും ഒക്കെ നിരീക്ഷിക്കുക എന്നത് മാത്രമാണ്. അതേസമയം പരിശോധന നടത്തുന്നവർ സാങ്കേതിക വിദഗ്ധരാണ് എങ്കിൽ ഒരു അധിക വഴി കൂടി അവർക്ക് മുമ്പിലുണ്ട്. കൂടുതൽ കൃത്യതയും ഉറപ്പും അതിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. സാങ്കേതികവും ശാസ്ത്രീയവുമായ രീതികൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണത്. പ്രവാചകത്വം വാദിക്കുന്ന ഒരാളെ സത്യപരിശോധന നടത്തുവാനും സമാനമായ രണ്ടു മാർഗങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. പ്രവാചകത്വത്തിന്റെ അസാധാരണ അടയാള മുദ്രകളെ അനുഭവങ്ങൾ കൊണ്ട് തൊട്ടറിയുക, അല്ലെങ്കിൽ അനുഭവസ്ഥമായി കേട്ടറിയുക എന്നതാണ് ഒന്നാമത്തെ വഴി. ആഴത്തിലുള്ള അപഗ്രഥനവും ചിന്തയും ആലോചനയും ഇവിടെ ആവശ്യമില്ല. യാതൊരു വൈദഗ്ധ്യവും ഇല്ലാത്ത സാധാരണ മനുഷ്യർക്ക് സാധ്യമാകുന്ന മാർഗമാണിത്. ഏവർക്കും ബോധ്യമാകുന്ന തരത്തിൽ പ്രവാചകരിലൂടെ പ്രത്യക്ഷപ്പെടുന്ന ദിവ്യാത്ഭുതങ്ങൾ വഴിയാണ് ഇവിടെ പ്രവാചകത്വത്തെ മേൽപ്പറഞ്ഞ വിഭാഗം തിരിച്ചറിയുന്നത്. രണ്ടാമത്തത് സവിശേഷ വിഭാഗത്തിന്റെ മാർഗമാണ്. വ്യവസ്ഥാപിത വൈജ്ഞാനിക വിശകലനത്തിന്റെയും ശാസ്ത്രീയ അന്വേഷണത്തിന്റെയും മാർഗമാണത്. ഒന്നാമത്തെ മാർഗം സാർവത്രികമായി എല്ലാ മനുഷ്യർക്കും സത്യബോധ്യം ഉണ്ടാക്കുന്നതാണെങ്കിൽ, രണ്ടാമത്തെ മാർഗം കൂടുതൽ കൃത്യതയും സൂക്ഷ്മതയും ഉൾക്കൊള്ളുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വൈജ്ഞാനിക സമൂഹങ്ങളിൽ കൂടുതൽ വിശ്വാസ്യതയും അതിനുണ്ട്. ആദ്യത്തെ മാർഗത്തിൽ പ്രകൃത്യാതീതമായ അസാധാരണ അടയാളങ്ങളാണ് വിജ്ഞാന ഹേതുവാകുന്നതെങ്കിൽ, രണ്ടാമത്തതിൽ മനുഷ്യ സാധാരണമായ ജ്ഞാനാന്വേഷണമാണ് ഹേതു. ആദ്യത്തേതിൽ അമാനുഷികമായ കൗതുകങ്ങൾ കൊണ്ടാണ് മനുഷ്യരിൽ അറിവുൽപാദിപ്പിക്കുന്നത് എങ്കിൽ, രണ്ടാമത്തതിൽ മാനുഷികമായ വിജ്ഞാന മാർഗത്തിലൂടെയാണ് അറിവുൽപാദനം നടക്കുന്നത്. ഒന്നാമത്തതിൽ പ്രവാചകത്വം വാദിക്കുന്ന പ്രവാചകന് പ്രകൃതി പ്രതിഭാസങ്ങൾ അനുകൂലമായി അസാധാരണമാം വിധത്തിൽ വഴങ്ങുമ്പോൾ അത് തൻ്റെ ദിവ്യസമ്പർക്കത്തിന്റെ അടയാളമായി പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്നു എന്നിടത്താണ് അറിവുൽപാദനത്തിന്റെ പ്രതലം. രണ്ടാമത്തതിൽ പ്രവാചകത്വത്തെയും അതിൻ്റെ സാങ്കേതികതകളെയും സൂക്ഷ്മമായി മനസ്സിലാക്കുകയും അതൊക്കെയും പ്രവാചകത്വം വാദിച്ച വ്യക്തിയിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന കൃത്യമായ പരിശോധനയും
അതിനെ തുടർന്നുണ്ടാകുന്ന വൈജ്ഞാനിക ബോധ്യവുമാണ് അറിവുൽപാദനത്തിന്റെ പ്രതലം. നബിയെ അറിയാനുള്ള മേൽ പ്രസ്താവിക്കപ്പെട്ട 2 മാർഗങ്ങളെ സംബന്ധിച്ച് ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ മുൻഖിദ് മിനൽ ദലാലിൽ കുറിക്കുന്നത് ഇങ്ങനെ വായിക്കാം. ഒരു നിശ്ചിത വ്യക്തിയെക്കുറിച്ച് അയാൾ നബിയാണോ അല്ലേ എന്ന സംശയം നിനക്ക് ഉണ്ടാകുന്ന പക്ഷം അത് സംബന്ധമായ ദൃഢമായ ബോധ്യം കൈവരണമെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥകൾ അറിയലല്ലാതെ വേറെ നിർവാഹമില്ല. നേരിട്ട് കണ്ടോ നിഷേധിക്കാൻ കഴിയാത്ത വിധം അനുസ്യൂതമായി ലഭിച്ച ദൃക്സാക്ഷി മൊഴികൾ മുഖേനയോ വ്യാപകമായി പ്രചുരത കൈവരിച്ച വാർത്തകൾ കൊണ്ടോ ഒക്കെയാണ് വ്യക്തിയുടെ അവസ്ഥകൾ നിനക്ക് അറിയാൻ കഴിയുന്നത്. കർമ്മശാസ്ത്രവും വൈദ്യവും നീ അറിഞ്ഞാൽ വൈദ്യന്മാരെയും കർമ്മശാസ്ത്രകാരന്മാരെയും നിനക്ക് തിരിച്ചറിയാൻ കഴിയും. അവരുടെ നില നേരിട്ട് കാണൽ മുഖേനയോ ഇനി നേരിട്ട് കണ്ടില്ലെങ്കിലും അവരുടെ മൊഴികൾ കേൾക്കൽ വഴിയോ ഒക്കെ അറിയാൻ കഴിയും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കർമ്മശാസ്ത്രകാരനാണെന്നും ഗാലൻ വിഷഗ്ഗരൻ ആണെന്നും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ലാതെ യഥാർത്ഥമായി തിരിച്ചറിയാൻ കർമ്മശാസ്ത്രവും വൈദ്യവും അല്പം പഠിച്ചും അവരുടെ രചനകളും ഗ്രന്ഥങ്ങളും പാരായണം ചെയ്തും നിനക്ക് സാധ്യമാണ്. അങ്ങനെ അവരുടെ നിലയെ സംബന്ധിച്ച അനിഷേധ്യ അറിവ് നിന്നിൽ രൂപപ്പെടും. എന്നതുപോലെ എന്താണ് പ്രവാചകത്വം എന്ന് നീ ഗ്രഹിക്കുകയും വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും അത്യധികം ആലോചിക്കുകയും ചെയ്യുന്ന പക്ഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വത്തിന്റെ അത്യുന്നത പദവിയിൽ ആണെന്ന അനിഷേധ്യ അറിവ് നിനക്ക് ലഭിക്കും. അൽ മുൻഖിദ്. ശേഷം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും കുറിക്കുന്നത് കാണുക. നുബുവത്ത് സംബന്ധിച്ച തീർച്ചയുള്ള ബോധ്യം നീ കൈവരിക്കേണ്ടത് വടി പാമ്പായി മറയ്ക്കുന്നത് കൊണ്ടോ ചന്ദ്രനെ പിളർത്തുന്നതോ ആയ അത്ഭുതങ്ങൾ കൊണ്ടല്ല. കാരണം അവയിലേക്ക് മാത്രം നോക്കുന്ന പക്ഷം മറ്റു ധാരാളം സാഹചര്യ തെളിവുകൾ മേളിച്ചില്ലെങ്കിൽ ആ അത്ഭുതങ്ങളെ സംബന്ധിച്ച് കേവല ആഭിചാര വേലയെന്നോ മനസ്സിന്റെ തോന്നൽ എന്നോ ആണ് നീ കരുതുക. അൽ മുൻഖിദ്. നുബുവത്തിനെ അറിയുന്നതിൽ വ്യവസ്ഥാപിതമായ വൈജ്ഞാനിക രീതിക്കുള്ള മികവും മുൻഗണനയും വിവരിച്ച ശേഷം 2ാമത്തെ മാർഗമായ അസാധാരണ അത്ഭുതങ്ങളുടെ മൂല്യവും മഹാനവറുകൾ സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് അത് കൂട്ടിച്ചേർക്കുന്നത്. ഇത്തരം അസാധാരണ സംഭവങ്ങൾ നിന്റെ ആലോചനയിലെ അറിവുകളും പ്രമാണങ്ങളും ആവണം. അൽ മുൻഖിദ്. പ്രവാചകനെ തിരിച്ചറിയാനുള്ള 2 മാർഗങ്ങളിൽ അമാനുഷികമായ അടയാളങ്ങളുടെ അഥവാ മുഅ്ജിസത്തിന്റെ മാർഗത്തെ 2ാം സ്ഥാനത്തായിട്ടാണ് ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി പരിഗണിക്കുന്നത് എന്ന് നമുക്ക് കാണാം. എങ്കിലും ഇസ്ലാമിക വിശ്വാസ ശാസ്ത്ര പാരമ്പര്യത്തിൽ അതിന് പ്രഥമ പരിഗണനയാണ് നൽകപ്പെട്ടുള്ളത്. ഇത് സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഒരുപോലെ അറിവ് ലഭിക്കുന്ന മാർഗമാണ്. ആ നിലയിൽ അത് വിശിഷ്ടവുമാണ്. വിശുദ്ധ ഖുർആൻ അവയെ മുഅ്ജിസത്ത് എന്നല്ല വിളിക്കുന്നത്. പ്രത്യുത ആയാത്ത് അഥവാ കുറിമാനങ്ങൾ എന്ന പ്രയോഗമാണ് ഖുർആനിൻ്റെത്. പ്രപഞ്ചത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഋതുഭേദങ്ങളും മറ്റു പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും അള്ളാഹുവിൻ്റെ ഉണ്മയെ സൂചിപ്പിക്കുന്ന കുറിമാനങ്ങളായതുപോലെ ആ പ്രകൃതി പ്രതിഭാസങ്ങളുടെ സ്വാഭാവികതയുടെ ലംഘനമായി പ്രവാചകത്വവാദിയിലൂടെ പ്രത്യക്ഷപ്പെടുന്ന അസാധാരണ സംഭവങ്ങൾ പ്രവാചകത്വത്തിന്റെ കുറിമാനങ്ങളാണ് എന്നർത്ഥം. അതായത് പ്രവാചകന്മാർക്ക് അള്ളാഹുവുമായുള്ള സമ്പർക്കത്തെ കുറിക്കുന്ന കുറിമാനങ്ങളാണ് അവ. ഏതാണ് ഇനി മികച്ച മാർഗം? ദൈവത്തിൽ നിന്നുള്ള വെളിപാട് സ്വീകരിക്കുന്ന നബിയെ തിരിച്ചറിയാൻ 2 മാർഗങ്ങൾ ഉണ്ടെന്ന് ഇതുവരെ മനസ്സിലാക്കിയത്. പ്രകൃതി നിയമങ്ങൾ അതിജയിക്കുന്ന അമാനുഷാത്ഭുതങ്ങൾ പ്രവാചകത്വവാദികളിലൂടെ പ്രത്യക്ഷപ്പെടുമ്പോൾ സാമാന്യമായി ലഭിക്കുന്ന ഉറപ്പാണ് ഒരു മാർഗം. സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് കൂടുതൽ ആലോചനയും യുക്തിവിശകലനവും ആവശ്യമില്ലാതെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്ന മാർഗമാണിത്. നാഗരികത എന്താണെന്നറിയാത്ത അപരിഷ്കൃത സമൂഹങ്ങളിൽ പ്രവാചകത്വത്തെ ബോധ്യപ്പെടുത്താൻ പ്രവാചകന്മാർക്ക് മുമ്പിൽ ഈ ഒരു മാർഗം തന്നെയാണുള്ളത്. സാധാരണ മനുഷ്യരെ മാത്രം അഭിസംബോധന ചെയ്യുന്നതാണ് മുഅ്ജിസത്ത് എന്ന് ലഘൂകരിക്കാനും സാധ്യമല്ല. സൂക്ഷ്മമായ ജ്ഞാനമാർഗങ്ങൾ ഉപയോഗിച്ച് ജ്ഞാനശാസ്ത്രപരമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരു വിജ്ഞനെ സംബന്ധിച്ച് മുഅ്ജിസത്ത് തൻ്റെ അന്വേഷണത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ വൈജ്ഞാനിക ദൃഷ്ടാന്തം തന്നെയാണ്. അതേസമയം മുഅ്ജിസത്തിനകത്തുള്ള അതിശയം എന്ന ഘടകം ഒരു സാധാരണ നിരൂപണ ബുദ്ധിയെ സംബന്ധിച്ച് തൻ്റെ അന്വേഷണത്തിന് തുടക്കം രൂപപ്പെടുത്തിയാലും ആത്യന്തികമായ വൈജ്ഞാനിക സമാധാനത്തിലേക്ക് എത്തിക്കണമെന്നില്ല. വടിയെ പാമ്പാക്കുന്നത് പോലെയുള്ള ഒരു അസാധാരണ സംഭവത്തെ സംബന്ധിച്ച് അത് ദൈവത്തിൽ നിന്ന് ആകാനുള്ള സാധ്യതക്കപ്പുറം മറ്റു സാധാരണമായ സാധ്യതകൾ, ആഭിചാരവേല, കൺകെട്ട് പോലെയുള്ള സാധ്യതകൾ നിഗമിച്ചെടുക്കപ്പെടാനും സാധ്യതയുണ്ട്. ഈ പ്രശ്നമാണ് നേരത്തെ ഉദ്ധരിച്ച ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസ്താവനയിലും സൂചിപ്പിക്കപ്പെട്ടത്. ചുരുക്കത്തിൽ ബുദ്ധിപരമായ പ്രായപൂർത്തിയും നാഗരിക വികാസവും സംഭവിച്ച പരിഷ്കൃത സമൂഹങ്ങളിൽ വ്യവസ്ഥാപിതമായ വൈജ്ഞാനിക അന്വേഷണവും അപഗ്രഥനവും തന്നെയാണ് നുബുവത്തിനെ അറിയാനുള്ള, തെളിയിക്കാനുള്ള ഏറ്റവും ഉചിത മാർഗമെന്ന് മനസ്സിലാക്കാം.
നുബുവത്തിന്റെ യാഥാർത്ഥ്യം, ചരിത്രം, നുബുവത്ത് വാദിക്കുന്ന വ്യക്തിയുടെ ജീവചരിത്രം, പ്രബോധനത്തിന്റെ ഉള്ളടക്കം എന്നിവയെ സംബന്ധിച്ച അടിസ്ഥാന വിവരം അന്വേഷകന് ഉണ്ടാവണം എന്ന് മാത്രം. മനുഷ്യരാശി ബുദ്ധിപരമായി പ്രായപൂർത്തിയെത്തിയ ശേഷമുള്ള സവിശേഷ ചരിത്രഘട്ടത്തിൽ അവതരിച്ച പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥമാണ്. വൈജ്ഞാനിക അന്വേഷകരും അവരെ പിൻപറ്റുന്ന സാധാരണക്കാരും അടങ്ങുന്ന ജ്ഞാനകേന്ദ്രിത സമൂഹത്തിൽ നുബുവത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി ഇസ്ലാം സമർപ്പിച്ചത് ഗ്രന്ഥത്തെയാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിൽ പ്രവാചകത്വത്തെ അന്വേഷിക്കുന്നവർക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെടേണ്ടതും അവർക്ക് വേഗത്തിൽ വൈജ്ഞാനിക സമാധാനം പ്രദാനം ചെയ്യുന്ന വൈജ്ഞാനിക മാർഗമാണെന്നാണ് വ്യക്തമാകുന്നത്. അതായത് വ്യവസ്ഥാപിതമായ വൈജ്ഞാനിക മാർഗത്തിലൂടെ പ്രവാചകത്വത്തെ പ്രകാശിപ്പിച്ചു നിർത്തുക എന്നതാണ് സമകാലികമായി ഔചിത്യം നിറഞ്ഞ സമീപനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വഹയിന്റെ ചരിത്രപരത. മനുഷ്യരാശിക്ക് അറിവ് ലഭിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളിൽ ഒന്നായി വെളിപാട്, റവലേഷൻ അഥവാ വഹി എന്ന ആശയം വിവിധ സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്നു. കേവലം അനുഭവാധിഷ്ഠിതമോ യുക്തിഭദ്രമോ ആയ അന്വേഷണങ്ങൾക്കപ്പുറം മനുഷ്യന്റെ അസ്തിത്വം, യാഥാർത്ഥ്യത്തിന്റെ സ്വഭാവം, ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ, വെളിപാടുകൾ മനുഷ്യരാശിക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം. മനുഷ്യജ്ഞാനത്തിന്റെ പരിമിതികളെ മറികടക്കുന്ന അറിവിന്റെ അടിസ്ഥാനപരമായ ഒരു രൂപമായി മനുഷ്യരാശി വെളിപാടിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. സ്വന്തം പരിശ്രമങ്ങളിലൂടെയോ നിരീക്ഷണങ്ങളിലൂടെയോ യുക്തിപരമായ അനുമാനങ്ങളിലൂടെയോ നേടുന്ന അറിവിൽ നിന്ന് തീർച്ചയായും വ്യത്യാസത്തോടെയും വിശിഷ്ടതയോടും കൂടിയാണ് മനുഷ്യൻ വെളിപാട് ജ്ഞാനത്തെ മനസ്സിലാക്കിയത്. പുരാതന ഗോത്രവർഗ പാരമ്പര്യങ്ങൾ മുതൽ സങ്കീർണമായ ആധുനിക സമൂഹങ്ങളിൽ വരെ ദൈവികമായി ലഭിച്ച ഈ ജ്ഞാനം അവരുടെ ധാർമ്മികത, സാമൂഹിക ക്രമം, വ്യക്തിപരമായ ലക്ഷ്യബോധം എന്നിവയ്ക്ക് അടിസ്ഥാനപരമായ ചട്ടക്കൂടുകൾ നൽകിയിട്ടുണ്ട്. ദുരിതങ്ങൾ, നന്മതിന്മകളുടെ നിലനിൽപ്പ്, ആത്മാവിന്റെ ആത്യന്തിക ഗതി എന്നിവയെ കുറിച്ച് വെളിപാടുകളാണ് വിശദീകരണങ്ങൾ നൽകുന്നത്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ, വാമൊഴി പാരമ്പര്യങ്ങൾ, ജ്ഞാനികളുടെ വചനങ്ങൾ എന്നിവയിലൂടെ ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യരുടെ ലോകവീക്ഷണത്തെ രൂപപ്പെടുത്തുകയും കല, നിയമം, സാമൂഹിക ആചാരങ്ങൾ എന്നിവയെ വെളിപാട് സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെയോ ദാർശനികമായ യുക്തിയുടെയോ പരിധിയിൽ വരാത്ത അടിസ്ഥാനപരമായ മനുഷ്യന്റെ ചോദ്യങ്ങളെ പ്രതിധ്വനിപ്പിക്കാനുള്ള കഴിവാണ് ഈ പാരമ്പര്യങ്ങളിലൂടെയെല്ലാം നിലനിൽക്കുന്ന ശക്തി എന്ന് പറയുന്നത്. കൂടാതെ സമൂഹങ്ങളെ ഒന്നിപ്പിക്കുന്ന ധാർമ്മികവും നൈതികവുമായ നിയമങ്ങൾ സ്ഥാപിക്കുന്നതിൽ വെളിപാടിന് നിർണായകമായ പങ്കുണ്ട്. അനീതിക്കെതിരായ കൽപ്പനകൾ, അനുകമ്പക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ, നീതിയുടെ തത്വങ്ങൾ എന്നിവ ദിവ്യമായ നിർദ്ദേശങ്ങളായിട്ടാണ് സമൂഹങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതായത് വെളിപാട് എന്നത് നിയമവ്യവസ്ഥകളുടെയും സാമൂഹിക മാനദണ്ഡങ്ങളുടെയും അടിത്തറയായി വർത്തിക്കുന്നതായി ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മതചരിത്രകാരന്മാർ, ഉദാഹരണത്തിന് മിർസിയ എലിയാഡ്, ആർണോൾഡ് വാൻ ഗെന്നപ്പ് എന്നിവർ വിവിധ പ്രാകൃത സമൂഹങ്ങളെയും സങ്കീർണമായ നാഗരികതകളെയും പഠിക്കുമ്പോൾ ദൈവികമായി ലഭിച്ചതായി കരുതപ്പെടുന്ന ഈ ജ്ഞാനം എങ്ങനെയാണ് ധാർമ്മികത, സാമൂഹിക ക്രമം, വ്യക്തിപരമായ ലക്ഷ്യബോധം എന്നിവയ്ക്ക് അടിസ്ഥാനപരമായ ചട്ടക്കൂടുകൾ നൽകിയതെന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. അനേകം സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെയും അതിൽ മനുഷ്യന്റെ സ്ഥാനത്തെയും മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമികമായ മാർഗമാണ് വെളിപാട്. ലോകമെമ്പാടുമുള്ള സാംസ്കാരിക പഠനങ്ങളിൽ വേദഗ്രന്ഥങ്ങൾ, ഉപനിഷത്തുകൾ, ബൈബിൾ, ഷിൻഡോയുടെ കോജിക്കി, മായൻ പോൾവു തുടങ്ങിയ വിശുദ്ധി കൽപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിലും ഓറൽ ട്രഡീഷനുകളിലും ഗോത്രമൂപ്പന്മാരുടെയും ഷാമാന്മാരുടെയും വചനങ്ങളിലും ഈ വെളിപാടുകൾ ഉൾക്കൊണ്ടിരുന്നതായി പറയപ്പെടുന്നുണ്ട്. അതായത് സമൂഹങ്ങളുടെ വെളിപാട് ജ്ഞാനം അവരുടെ ലോകവീക്ഷണങ്ങളെ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം. സമൂഹങ്ങളെ ഒന്നിപ്പിക്കുന്ന ധാർമ്മികവും നൈതികവുമായ നിയമങ്ങൾ സ്ഥാപിക്കുന്നതിൽ വെളിപാടിന് നിർണായകമായ പങ്കുണ്ടെന്ന് പറഞ്ഞല്ലോ. ഹമ്മുറാബി കോഡ്, മോശയുടെ നിയമങ്ങൾ, ബുദ്ധന്റെ പഞ്ചശീലങ്ങൾ, കൺഫ്യൂഷ്യസിന്റെ നൈതിക തത്വങ്ങൾ എന്നിങ്ങനെ വിവിധ സംസ്കാരങ്ങളിൽ നിയമവ്യവസ്ഥകളുടെയും സാമൂഹിക മാനദണ്ഡങ്ങളുടെയും അടിത്തറയായി അവതരിപ്പിക്കപ്പെട്ട കൽപ്പനകൾ ദിവ്യമായ നിർദ്ദേശങ്ങളായിട്ടാണ് ചരിത്ര പഠനങ്ങളിൽ കാണപ്പെടുന്നത്. ഈ നിർദ്ദേശങ്ങൾക്ക് പിന്നിലുള്ള ദിവ്യമായ അധികാരം കേവലം മനുഷ്യനിർമ്മിത നിയമങ്ങൾക്ക് എത്തിച്ചേരാൻ പ്രയാസമുള്ള വ്യാപ്തിയിലേക്കും വിധാനങ്ങളിലേക്കും അവയെ എത്താൻ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് സാമൂഹിക മതചരിത്ര പഠനങ്ങൾ പറയുന്നത്. ദ എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ്
ഡർഖേം ദിവ്യ സന്ദേശം, ഒരു മതചരിത്രപരമായ നിരീക്ഷണം. വിവിധ മതപാരമ്പര്യങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മനുഷ്യരാശിയുടെ ആദ്യകാലം മുതൽക്കേ ഒരു അടിസ്ഥാനപരമായ ദിവ്യ സന്ദേശം തുടർച്ചയായി നിലനിന്നിരുന്നു എന്നതിന് മതചരിത്രപരമായ അടിത്തറ കണ്ടെത്താൻ കഴിയും. ഈ കാഴ്ചപ്പാടനുസരിച്ച് പ്രപഞ്ചത്തെയും മനുഷ്യജീവിതത്തെയും സംബന്ധിച്ചുള്ള മൗലിക സത്യങ്ങൾ ആദിയിൽ തന്നെ മനുഷ്യന് വെളിപ്പെടുത്തപ്പെട്ടിരുന്നു. ഈ ആദിമജ്ഞാനം അല്ലെങ്കിൽ മൂലപ്രബോധനം, ഏകനായ ഒരു അത്യുന്നത ശക്തിയുടെ അസ്തിത്വം, ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ, ജീവിതത്തിന്റെ അർത്ഥം എന്നിവയെക്കുറിച്ചുള്ള സാർവത്രിക തത്വങ്ങൾ ഉൾക്കൊണ്ടിരുന്നു. ചരിത്രത്തിലുടനീളം വ്യത്യസ്ത ജനവിഭാഗങ്ങളിലേക്കും സംസ്കാരങ്ങളിലേക്കും ഈ അടിസ്ഥാന സന്ദേശം എത്തിക്കുന്നതിനായി നിരവധി ജ്ഞാനികളും പ്രവാചക തുല്യരായ വ്യക്തികളും ഉദയം ചെയ്തിരുന്നു. ഇവരെല്ലാം കാലഘട്ടങ്ങൾക്കനുസരിച്ചുള്ള പ്രത്യേക ഭാഷകളിലും ശൈലികളിലും ഈ മൂല സന്ദേശത്തെ പുനരാവിഷ്കരിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ മതചരിത്രപരമായി വിവിധ മതപാരമ്പര്യങ്ങൾ എന്നത് ഒരു തുടർച്ചയായ ദിവ്യപ്രബോധനത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളും ആവിഷ്കാരങ്ങളുമാണ്. പ്രൊഫസർ ജോൺ ഹിക്ക് പോലെയുള്ള ചിന്തകർ വ്യത്യസ്ത മതങ്ങളെ ആത്യന്തിക യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള വ്യത്യസ്ത പാതകളായി പ്ലൂറലിസ്റ്റിക് തിയോളജി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ ആശയത്തിന് ഒരു പരിധിവരെ പിന്തുണ നൽകുന്നുണ്ട്. An interpretation of religion. ലോകത്ത് ഇന്ന് കാണുന്ന മതങ്ങളുടെ ബഹുരൂപത്വം, ഈ ഏകവും തുടർച്ചയുമായ സന്ദേശത്തിന് കാലാന്തരത്തിൽ സംഭവിച്ച മനുഷ്യപരമായ വ്യാഖ്യാനങ്ങൾ, കൂട്ടിച്ചേർക്കലുകൾ, സാംസ്കാരികമായ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥ ഗ്രന്ഥങ്ങളുടെ നഷ്ടപ്പെടൽ എന്നിവയുടെ ഫലമായി രൂപപ്പെട്ടതാവാം എന്ന് മതങ്ങളുടെ താരതമ്യ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അടിസ്ഥാനപരമായ ദൈവിക ഉദ്ദേശം ഒന്നു തന്നെയാണെങ്കിലും മനുഷ്യന്റെ ഇടപെടലുകൾ ഈ സന്ദേശത്തിന്റെ തനിമയെ ഭാഗികമായി മറക്കാനോ വ്യതിചലിപ്പിക്കാനോ കാരണമായി. ഈ വീക്ഷണം അനുസരിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും പുതിയതും സമഗ്രവുമായ വെളിപാട് മുൻ സന്ദേശങ്ങളുടെ എല്ലാം പൂർണ്ണതയായി വർത്തിക്കുകയും നഷ്ടപ്പെട്ടതോ വളച്ചൊടിക്കപ്പെട്ടതോ ആയ സത്യങ്ങളെ പുനഃസ്ഥാപിക്കുകയും മനുഷ്യരാശിയെ വീണ്ടും ഏകവും ശുദ്ധവുമായ ധാർമ്മിക ആത്മീയ പാതയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യം വെക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് മനുഷ്യനെ സാർവത്രികമായ സത്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരികയും ആത്യന്തിക യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും വ്യക്തമായ ധാരണ അവന് നൽകുകയും ചെയ്യാൻ സഹായകമായിട്ടുണ്ട് എന്നുമൊക്കെ പഠനങ്ങൾ പറയുന്നു. വെളിപാട് എന്നത് അറിവിൻ്റെ ഒരു പ്രധാന വഴിയായി പല സംസ്കാരങ്ങളും അംഗീകരിക്കുന്നതാണ് നാം കണ്ടത്. മുകളിൽ ഉദ്ധരിച്ച എല്ലാ വെളിപാട് വിശ്വാസങ്ങളും ശരിയാണ് എന്നോ ശരിയല്ല എന്നോ തീർപ്പ് പറയുകയില്ല. അതീന്ദ്രിയമായ അറിവിൻ്റെ ഒരു പരിസരം എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും പൊതുവായി നിലനിന്നിരുന്നു എന്ന് പറയലാണ് ഇവിടെ ഉദ്ദേശ്യം. അർത്ഥം കണ്ടെത്താനും വഴി നയിക്കപ്പെടാനും നമ്മളെക്കാൾ വലിയ ഒന്നിനോട് ബന്ധപ്പെടാനുമുള്ള മനുഷ്യന്റെ ഒരു പൊതുവായ ആവശ്യത്തെയാണ് ഇത് കുറിക്കുന്നത്. പുരാതന കഥകളിലൂടെയാകട്ടെ, വിശുദ്ധ പുസ്തകങ്ങളിലൂടെയാകട്ടെ, അല്ലെങ്കിൽ ജ്ഞാനികളിലൂടെയാവട്ടെ മനുഷ്യൻ എപ്പോഴും വെളിപാടിനെ ആശ്രയിച്ചിട്ടുണ്ട് എന്നതാണ് മതചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ അനുഭവങ്ങൾക്കും യുക്തിക്കും അപ്പുറത്തുള്ള ഉത്തരങ്ങൾക്കായാണ് ഇത്. വെളിപാട് എന്നത് ഒരു തുടർച്ചയായതും മാറ്റമില്ലാത്തതുമായ ദൈവിക സന്ദേശമാണ്. ഇത് കാലം മാറുന്നതിനനുസരിച്ച് മാഞ്ഞുപോകാത്ത അതിൻ്റെ ഒരു ഉറവയായി ലോകമെമ്പാടുമുള്ള മനുഷ്യ സമൂഹങ്ങളെ സഹായിക്കുകയും സമ്പന്നമാക്കുകയും ചെയ്യുന്നു എന്നത് ഒരു വലിയ സാമൂഹിക യാഥാർത്ഥ്യമാണ്. അതിനെ നിഷേധിക്കുന്നത് മനുഷ്യ ചരിത്രത്തെ അപ്പാടെ നിരാകരിക്കുന്നതിന് തുല്യമാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി, ചരിത്രപരവും ബൗദ്ധികവുമായ വിശകലനം. ഇനി വെളിപാടിൻ്റെ ചരിത്രപരമായ ഉണ്മയെ സവിശേഷമായി വിവരിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചരിത്രം പറയുമ്പോൾ അമൂർത്തമായി സംസാരിക്കാൻ കഴിയില്ല. മൂർത്തവും വ്യക്തിഗതവുമായ ഏകകത്തിൽ, പർട്ടിക്കുലർ ജുസിയായ ഏകകത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. അതിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വെളിപാട് ചരിത്രമാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. പ്രവാചകത്വവും വെളിപാടിൻ്റെ അവതരണവും സംബന്ധിച്ച അവകാശവാദം ഉന്നയിച്ച അനേകം വ്യക്തികൾ ചരിത്രത്തിലുണ്ട്. എങ്കിലും അവർക്കിടയിൽ തിരുമേനിയിൽ നിന്ന് തുടങ്ങാൻ ഏതെങ്കിലും ഒരു അംശത്തിൽ നിന്ന് ആരംഭിക്കുക എന്ന അനിവാര്യത ഉണ്ടാക്കുന്ന യാദർശികത മാത്രമല്ല കാരണം, സവിശേഷമായ കാരണം അതിലുണ്ട്. എന്തുകൊണ്ട് നബിയിൽ നിന്ന് തുടക്കം? ഈ അന്വേഷണം തുടങ്ങുന്നത് വൈജ്ഞാനിക ശൂന്യതയിൽ നിന്നല്ല എന്നതാണ് അതിൻ്റെ പ്രാഥമികമായ വിശദീകരണം. ദൈവത്തിൻ്റെ അസ്തിത്വവും അവൻ്റെ ഗുണങ്ങളും സംബന്ധിച്ച അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് നുബുവത്തിനെ സംബന്ധിച്ചും വെളിപാടിനെ സംബന്ധിച്ചുമുള്ള അന്വേഷണം ആരംഭിക്കുന്നത് അഥവാ ആരംഭിക്കേണ്ടത്. ദൈവത്തെ ഭൗതികമായി സമ്മതിച്ചവർക്ക്
മറ്റുള്ളവർക്ക് മുമ്പിലാണ് ദൈവദൂതിനെ കുറിച്ചുള്ള ബൗദ്ധിക സമർത്ഥനത്തിന് പ്രസക്തിയുള്ളത്. ഈ പ്രപഞ്ചത്തിന്റെ ഉണ്മക്ക് നിദാനമായി ഒരു അനിവാര്യ അസ്തിത്വം ഉണ്ടാവണമെന്നും ആ അസ്തിത്വത്തിൽ സമ്പൂർണതയുടെ സർവ്വ സവിശേഷതകൾ സമ്മേളിച്ചിരിക്കണം എന്നുമുള്ള ദൈവത്തിന്റെ സൃഷ്ടികർമ്മ ഉദ്ദേശശൂന്യവും ബുദ്ധിപരമായ നിഗമനത്തിന്റെ ഉദ്ദേശശൂന്യമല്ല എന്ന ബുദ്ധിപരമായ അന്വേഷണ തുടർച്ചയിലാണ് നാമും അള്ളാഹുവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെയും അതിൽ നമ്മുടെ ബാധ്യതയെയും സംബന്ധിച്ച് ആലോചിക്കുന്നത്. അതായത് വെളിപാടിനെ കുറിച്ച് അന്വേഷണം കേവലം സൈദ്ധാന്തിക അന്വേഷണമല്ല എന്നർത്ഥം. പ്രായോഗികമായ പ്രത്യാഘാതങ്ങളുള്ള അന്വേഷണമാണ് അത്. പ്രവാചകത്വ അവകാശവാദത്തിന്റെ ചരിത്രപരമായ ശ്രേണിയിൽ ഏറ്റവും ഒടുവിൽ പ്രാമുഖ്യത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു അവകാശവാദം പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ്. ആ അർത്ഥത്തിലും പ്രായോഗിക ഫലത്തെ മുൻനിർത്തുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വെളിപാടിനെ കുറിച്ചുള്ള അന്വേഷണം മുൻഗണന അർഹിക്കുന്നുണ്ട്. ദൈവാസ്തിത്വത്തെ നിരാകരിക്കുന്ന പ്രാപഞ്ചിക യാദൃശ്ചികതാവാദം ദൈവത്തെ അംഗീകരിച്ച ശേഷം ബുദ്ധിപരമായി സംഗതമല്ലാത്ത ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ബഹുദൈവവാദം, ഏകദൈവത്വം അംഗീകരിച്ച ശേഷം തന്നെ പ്രവാചകന്മാർ ഇല്ല, മതനിയമങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന കേവല ദൈവവാദം തുടങ്ങിയ ചിന്താവൈകല്യങ്ങൾ ബുദ്ധിപരമായ അന്വേഷണത്തിൽ കടപുഴകിയതിനു ശേഷമാണ് പ്രവാചകത്വത്തെയും വെളിപാടിനെയും കുറിച്ച് അന്വേഷണം നാം ആരംഭിക്കുന്നത് അഥവാ ആരംഭിക്കേണ്ടത്. അതായത് ശുദ്ധമായ ഏകദൈവത്വത്തിൽ നിന്നാണ് നമ്മുടെ തുടക്കം. ദൈവത്തിൻ്റെ അസ്തിത്വം അംഗീകരിച്ചു കൊണ്ട് മാത്രമായില്ല, ദൈവത്തിൻ്റെ മാർഗദർശനം കൂടി വേണം. അതില്ലാതെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം ഉദ്ദേശ്യശൂന്യവും മനുഷ്യജീവിതം അലക്ഷ്യവും നിരർത്ഥകവുമാണെന്നും സത്യാന്വേഷി തിരിച്ചറിയുമ്പോഴാണ് നുബുവത്തിന്റെ അനിവാര്യത അവന്റെ മുമ്പിൽ പ്രകടമാകുന്നത്. അവിടെ നിന്നാണ് അവൻ പ്രവാചകത്വ വാദങ്ങളെ മുഴുവൻ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അപ്പോൾ അന്വേഷകന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു നഗ്ന സത്യമുണ്ട്. ചരിത്രത്തിൽ സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന ഒരൊറ്റ പ്രവാചകത്വവാദത്തെയും ചരിത്രപരമായി സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നതാണ് ആ സത്യം. കാരണം പ്രവാചകത്വത്തിന്റെ അടയാളമായി നിൽക്കേണ്ട രേഖകളും ശേഷിപ്പുകളും ഒക്കെയും അക്ഷന്തവ്യമായ കയ്യേറ്റങ്ങൾക്ക് വിധേയമായി പാഴായി പോയിരിക്കുകയാണ്. അവയുടെ സത്യതയും ചരിത്രപരതയും പരിശോധിക്കുവാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നില്ല. സത്യവും മിഥ്യയും കുഴഞ്ഞു പറഞ്ഞു നിൽക്കുകയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. നബി തിരുമേനിയുടേത് എല്ലാം ചരിത്രപരമായ രേഖയാണ്. പരിശോധനയ്ക്ക് വഴങ്ങുന്ന തരത്തിൽ അവ നിലവിൽ ലഭ്യവുമാണ്. മറ്റു പ്രവാചകത്വങ്ങളുടെ ശാശ്വത നിലനിൽപ്പിന്റെ ദുർബലതയും അവയൊന്നും ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെടാൻ യോഗ്യമല്ല എന്നതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ സ്ഥാപിക്കാൻ പോകുന്നില്ല എന്നത് ശരി തന്നെയാണ്. പ്രതിവാദം പരാജയപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം വാദം സ്ഥാപിതമാവില്ലല്ലോ. എങ്കിലും പ്രതിവാദം തകരുന്നത് വാദത്തിന് അന്വേഷണത്തിൽ പ്രാഥമിക സ്ഥാനം നൽകാൻ കാരണമാണ് എന്നത് മറന്നുകൂടാ. മാത്രവുമല്ല, നബി തിരുമേനിയുടെ പ്രവാചകത്വം ധാരാളം പരിശോധനകൾക്ക് ചരിത്രത്തിൽ വിധേയമായിട്ടുണ്ട്. എപ്പോഴും സത്യപരിശോധന നടത്താൻ അത് എതിരാളികളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുകയുമാണ്. നബി തിരുമേനിയുടെ പ്രവാചകത്വം സത്യമാണെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ മറ്റു പ്രവാചകത്വവാദങ്ങളെ അന്വേഷണ വിധേയമാക്കേണ്ട ആവശ്യത്തെ തന്നെ അത് അസാധുവാക്കുകയും ചെയ്യും. കാരണം മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രപരമായ ശൃംഖലയിലെ അവസാന കണ്ണിയായി സ്വയം പരിചയപ്പെടുത്തിയാണ് മുഹമ്മദ് നബിയുടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വ അവകാശവാദം നിലനിൽക്കുന്നത്. നബി തിരുമേനിയുടെ അവകാശവാദം ചരിത്രപരമായി ശരിയാണെന്ന് വന്നാൽ നബി തിരുമേനി പരിചയപ്പെടുത്തുന്ന പ്രവാചകത്വ ശൃംഖലയും ശരിയാണ് എന്നു മാത്രമല്ല, ആ ശൃംഖല മാത്രമാണ് ശരി എന്നുകൂടി നാം പറയാൻ നിർബന്ധിതരാകും. പ്രസ്തുത ശൃംഖലയല്ലാത്ത അഥവാ അതിനെ ഖണ്ഡിക്കുന്ന മറ്റു അവകാശവാദങ്ങൾ ചരിത്രപരമായി ശരിയല്ല എന്നും വരും. കാരണം സത്യം ഏകമാണ്. ഒന്ന് സത്യമാണെന്ന കണ്ടെത്തൽ മറ്റുള്ളതെല്ലാം അസത്യമാണെന്ന കണ്ടെത്തൽ കൂടിയാണ്. ഒന്നിലധികം സത്യങ്ങൾ എന്നത് വൈരുദ്ധ്യങ്ങളുടെ സംഗമമാണ്. അത് ബുദ്ധിപരമായി അസംഭവ്യവുമാണ്. നബി തിരുമേനിയുടെ വെളിപാടിന്റെ ദൈവികത. നബി തിരുമേനിക്ക് വെളിപാട് ലഭിച്ചത് ദൈവത്തിന്റെ സമക്ഷത്തിൽ നിന്നാണെന്നുള്ള അവകാശവാദം ഉന്നയിക്കപ്പെട്ടത് ചരിത്ര യാഥാർത്ഥ്യമാണ്. ദൈവമാണ് അവിടുത്തെ സ്രോതസ് എന്നുറപ്പിക്കാൻ അനേകം അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ നബി തിരുമേനി വെളിപ്പെടുത്തിയെന്നതും അവിതർക്കിതമായ ചരിത്രരേഖയാണ്. നബിയുടെ പ്രവാചകത്വത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി അവിടുന്ന് ഉയർത്തിക്കാണിച്ചത് വിശുദ്ധ ഖുർആനെയാണ്. നബി തിരുമേനിക്ക് അവതീർണമായ ഈ വിശുദ്ധ വേദം അള്ളാഹുവിൽ നിന്നാണെന്നും അതിൽ ആരെങ്കിലും സംശയിക്കുന്ന പക്ഷം
അതിന് സമാനമായ ഒരു സാഹിത്യം ആവിഷ്കരിച്ച് ഖുർആനെ അതിജീവിക്കൂ എന്ന് സ്പഷ്ടമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് നബി തിരുമേനി പ്രബോധനം ചെയ്തത്. ഖുർആൻ ഈ വിഷയത്തിൽ ഉയർത്തിയ വെല്ലുവിളികൾ പ്രസിദ്ധമാണ്. ഈ വെല്ലുവിളിയും അതിന്റെ പശ്ചാത്തലവും അതിനോടുള്ള ആഗോള സമൂഹത്തിന്റെ ചിരകാല പ്രതികരണവും പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു അന്വേഷകനെ സംബന്ധിച്ച് ഖുർആനിന്റെ അമാനുഷികതയും അതിന്റെ അഭൗമമായ ഉറവിടവും സംബന്ധിച്ച വസ്തുതകളും തീർച്ചയായും ബോധ്യപ്പെടും. നബി തിരുമേനിയുടെ വെളിപാടിന്റെ ദൈവികത അന്വേഷകന്റെ ബുദ്ധിക്ക് മുമ്പിൽ പകൽ വെളിച്ചം പോലെ വെളിപ്പെട്ടു വരും എന്നത് തീർച്ചയാണ്. അതിന്റെ വിശദമായ ഉള്ളടക്കം ഈ പ്രബന്ധത്തിന്റെ വിഷയമല്ലാത്തതിനാൽ അതിലേക്ക് ഇവിടെ പ്രവേശിക്കുന്നില്ല. തിരുമേനിയുടെ വെളിപാടാണ് ഇവിടെ വിഷയമാക്കുന്നത്. വഹയിന്റെ ആരംഭം, ഒരു ആത്മീയ ഒരുക്കം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് വഹി അഥവാ ദിവ്യബോധനം ലഭിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ജീവിതത്തിൽ ഒരു പ്രത്യേകതരം ആത്മീയ ഒരുക്കത്തിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് കേവലം ആകസ്മികമായി സംഭവിച്ച ഒന്നായിരുന്നില്ല, മറിച്ച് പ്രവാചകത്വത്തിന്റെ മഹത്തായ ദൗത്യം ഏറ്റെടുക്കുന്നതിന് അള്ളാഹു അവിടുത്തെ സജ്ജമാക്കിയെടുക്കുന്ന പ്രക്രിയയായിരുന്നു. മനുഷ്യരാശിയുടെ മുഴുവൻ മാർഗദർശിയായി നിയോഗിക്കപ്പെടാനുള്ള അവിടുത്തെ മാനസികവും ആത്മീയവുമായി പാകപ്പെടുത്തുകയായിരുന്നു ഈ ഒരുക്ക കാലം. ഈ അവസരത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തീവ്രമായ ആത്മീയ ചിന്തകളിലും ഏകാഗ്രതയിലും മുഴുകി. ലൗകികമായ കാര്യങ്ങളിൽ നിന്ന് അകന്ന് പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും സൃഷ്ടാവിനെക്കുറിച്ചും അവിടുന്ന് ഗാഢമായി ചിന്തിച്ചു. ഈ ആത്മീയ യാത്രയുടെ ഭാഗമായി പല അനുഭവങ്ങളും അവിടത്തേക്ക് ലഭിക്കുകയുണ്ടായി. തഹന്നുസ് അഥവാ ഏകാന്ത ധ്യാനവും സത്യസ്വപ്നങ്ങളും ഈ ഒരുക്ക കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട അനുഭവങ്ങളായിരുന്നു. ഈ ആത്മീയ ഒരുക്കം അവിടുത്തെ ഹൃദയത്തെയും മനസ്സിനെയും ദൈവിക സന്ദേശം ഉൾക്കൊള്ളാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള മഹത്തായ ഉത്തരവാദിത്വത്തിനായി തയ്യാറാക്കുകയായിരുന്നു. ഈ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ശേഷമാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ആദ്യത്തെ ദിവ്യബോധനം അവിടത്തേക്ക് ലഭിക്കുന്നത്. വരാനിരിക്കുന്ന മഹത്തായ ദൗത്യത്തിന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സജ്ജമാക്കിയ ഈ ആത്മീയ ഒരുക്കത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ഓരോ തലക്കെട്ടിന് കീഴിലും പരിശോധിക്കാം. പ്രവാചകത്വത്തിന്റെ ആരംഭത്തിലെ അത്ഭുതങ്ങൾ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം ലഭിക്കുന്നതിന് മുന്നോടിയായി ചില അസാധാരണ സംഭവങ്ങൾ അവിടത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവയെല്ലാം അള്ളാഹു അവിടുത്തെ പ്രവാചകത്വത്തിനായി അവിടുത്തെ തിരുമേനിയെ പ്രവാചകത്വത്തിനായി ഒരുക്കുന്നതിന്റെ ഭാഗമായിരുന്നു. കല്ലുകളുടെ അഭിവാദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ദൂരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കല്ലുകളും മരങ്ങളും അവിടത്തോട് അള്ളാഹുവിന്റെ ദൂതരെ അങ്ങേക്ക് സമാധാനം എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തിരുന്നു. അവിടുന്ന് ചുറ്റും നോക്കുമ്പോൾ അവയല്ലാതെ മറ്റൊന്നും കാണുമായിരുന്നില്ല. ഇത് തിരുമേനിയുടെ പ്രവാചകത്വത്തെ ചുറ്റുമുള്ള പ്രകൃതിയും ചുറ്റുപാടും അംഗീകരിക്കുന്നതിന്റെ സൂചനയായിരുന്നു. മേഘത്തണൽ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുവത്വത്തിൽ ഖദീജ ബീവിയുടെ ഭൃത്യനായ മൈസറയോടൊപ്പം കച്ചവട യാത്രക്ക് പോയപ്പോഴും പിന്നീട് ചില സന്ദർഭങ്ങളിലും വേനൽ ചൂടിൽ മേഘം അവിടത്തേക്ക് തണൽ നൽകിയിരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അവിടുത്തെ പ്രത്യേക പദവിയുടെ അടയാളമായി വറഖത്ത് ബിൻ നൗഫൽ പോലുള്ളവർ പിന്നീട് തിരിച്ചറിയുകയും ചെയ്തിരുന്നു എന്നത് ചരിത്രമാണ്. ഹൃദയം കീറിയ സംഭവം. നബിയുടെ ബാല്യകാലത്തും പിന്നീട് പ്രവാചകത്വത്തിന് തൊട്ട് മുമ്പും ഹൃദയം കീറി ശുദ്ധീകരിക്കുന്ന ഒരു സംഭവം നടന്നതായി ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട്. ഇത് മലക്കുകൾ അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ഇരുട്ടിന്റെ അധമാംശം നീക്കം ചെയ്ത് ദിവ്യ വെളിച്ചം സ്വീകരിക്കാൻ പാകപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയയായിരുന്നു. ജൂതർ നബിയിൽ അസാധാരണത്വം കണ്ടത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെക്കുറിച്ച് വേദഗ്രന്ഥങ്ങളിൽ അറിവുണ്ടായിരുന്ന ജൂത പുരോഹിതന്മാരും പണ്ഡിതന്മാരും അവിടുത്തെ കണ്ടപ്പോൾ തന്നെ ചില അടയാളങ്ങളിലൂടെ പ്രവാചകരുടെ വരവ് ആസന്നമായി എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. യഹൂദികൾക്കും ക്രിസ്ത്യാനികൾക്കും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഈ അത്ഭുതങ്ങളെല്ലാം നബിയുടെ പ്രവാചകത്വത്തിന്റെ മുന്നോടിയായി അവിടുത്തെ മനസ്സിനെയും ശരീരത്തെയും ദിവ്യ വെളിപാട് സ്വീകരിക്കാൻ പാകപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. തഹന്നുസ് അഥവാ ഏകാന്ത ആത്മീയ വാസം. വഹയിന്റെ ആരംഭത്തിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മീയ ഏകാന്തവാസത്തിൽ ഏർപ്പെട്ടിരുന്നു. മക്കയിലെ തിരക്കുകളിൽ നിന്നും ധാർമ്മിക വ്യതിചലനങ്ങളിൽ നിന്നും മാറി ജബലുന്നൂറിലെ പ്രകാശത്തിന്റെ പർവ്വതത്തിൽ ഹിറാ ഗുഹയിൽ അവിടുന്ന് ദിവസങ്ങളും രാത്രികളും ചെലവഴിച്ചു. ഈ തഹന്നുസ് അഥവാ ഏകാന്തവാസം വെളിപാടുകൾ സ്വീകരിക്കാൻ അവിടുത്തെ ഹൃദയത്തെയും മനസ്സിനെയും പൂർണ്ണമായി സജ്ജമാക്കി. ഹൃദയത്തിന് കൂടുതൽ വികാസവും ചിന്തകൾക്ക് ഊർജവും ലഭിക്കാൻ ഇത് സഹായിച്ചു. സജ്ജനങ്ങളുടെയും ദൈവാരാധകരുടെയും ശൈലിയുടെ തുടർച്ചയായിരുന്നു ഈ ഏകാന്തവാസം. ഖുറൈശികൾക്കിടയിൽ ഇത് പതിവുണ്ടായിരുന്നു. അൽബിദായത്തു വന്നിഹായ. സൃഷ്ടാവിൽ ചിന്തിക്കാനും മനുഷ്യനുമായുള്ള സാധാരണ ഇടപാടുകളിൽ നിന്ന് സ്വയം വിച്ഛേദിക്കാനും ഹൃദയത്തെ ഭയഭക്തിയുള്ളതാക്കാനുമാണ് പുണ്യപുരുഷന്മാർ ഇങ്ങനെ ചെയ്തിരുന്നത്. സത്യസ്വപ്നങ്ങൾ.
റുയ സ്വാലിഹ. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്തത് പ്രകാരം വഹയിന്റെ ആരംഭം സത്യമായി പുലരുന്ന സ്വപ്നങ്ങളിലൂടെയായിരുന്നു. ഈ സ്വപ്നങ്ങൾ പ്രഭാത വെളിച്ചം പോലെ വ്യക്തവും യാഥാർത്ഥ്യവുമായിരുന്നു. നബി കണ്ടിരുന്ന സ്വപ്നങ്ങൾ അതേപടി പുലരുകയും അവിടത്തേക്ക് അവ വ്യക്തമായി ഓർമ്മിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. ഇത് വരാനിരിക്കുന്ന മഹത്തായ ദൗത്യത്തെക്കുറിച്ചുള്ള സൂചനകൾ അവിടത്തേക്ക് നൽകി. ഒരു സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യമായി മാറുന്നത് നബിക്ക് അനുഭവപ്പെട്ടു. ഈ സ്വപ്നങ്ങളും വെറും നിദ്രാവസ്ഥയിലെ ഭാവനകളായിരുന്നില്ല, മറിച്ച് ദൈവിക സന്ദേശങ്ങളുടെ ആദ്യകാല രൂപങ്ങളായിരുന്നു. യഥാർത്ഥത്തിൽ പ്രവാചകന്മാർക്ക് ആദ്യം ലഭിക്കുന്ന വെളിപാടുകൾ സ്വപ്നങ്ങളിലൂടെയാണ്. അങ്ങനെ അവരുടെ ഹൃദയം ശാന്തമാകുന്നു, പിന്നീട് ഉണർന്നിരിക്കുമ്പോൾ വെളിപാട് ലഭിക്കുകയും ചെയ്യുന്നു. മേൽപ്പറയപ്പെട്ട ആത്മീയ ഒരുക്കങ്ങൾ നബിക്ക് ദൈവനിയോഗത്താൽ ലഭിച്ചതിന് ശേഷമാണ് മലക്ക് ജിബ്രീലിന്റെ ആദ്യ പ്രത്യക്ഷപ്പെടൽ സംഭവിച്ചത്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് നബിയുടെ അടുക്കൽ വന്നു. ഹിറാ ഗുഹയിൽ ഏകാന്തവാസത്തിനിടയിലാണ് ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഖ്റ അഥവാ വായിക്കുക എന്ന് കൽപ്പിച്ചത്. വായിക്കാൻ അറിയാത്തവരാണെന്ന് പ്രതികരിച്ചപ്പോൾ ജിബ്രീൽ അവിടുത്തെ ശക്തമായി കെട്ടിപ്പിടിച്ചു. ഈ അനുഭവം 3 തവണ ആവർത്തിച്ചു. ഓരോ തവണയും വായിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിച്ചമർത്തി. അബൂ സുലൈമാൻ അൽ ഖത്താബി പറയുന്നു, അവിടത്തോട് അങ്ങനെ പ്രവർത്തിക്കപ്പെട്ടത് അഥവാ ഗാഢമായി കെട്ടിപ്പിടിച്ചമർത്തിയത് അവിടുത്തെ ക്ഷമയെ പരീക്ഷിക്കാനും അവിടുത്തെ നന്നായി പഠിപ്പിക്കാനും വേണ്ടിയാണ്. പ്രവാചകത്വത്തിന്റെ ഭാരങ്ങൾ ചുമക്കുമ്പോൾ ഉള്ള പ്രയാസങ്ങൾ സഹിക്കാൻ അവിടുന്ന് ശീലിക്കാനും കൂടിയായിരുന്നു അത്. അൽ ബിദായത്തു വന്നിഹായ. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിലെ ആദ്യത്തെ 5 സൂക്തങ്ങൾ ചൊല്ലിക്കൊടുത്തു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ സംഭവം നബി അനുഭവിച്ച ആദ്യത്തെ നേരിട്ടുള്ള ഖുർആനിക വെളിപാടായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ കെട്ടിപ്പിടിച്ചമർത്തിയത് നബിക്ക് മറ്റൊന്നിലേക്കും ശ്രദ്ധ തിരിയാത്ത രീതിയിൽ തനിക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി കൂടിയായിരുന്നു. നനച്ചിരിക്കാതെയുണ്ടായ ഈ അനുഭവം നബിയെ ശാരീരികമായും മാനസികമായും വളരെയധികം ബാധിച്ചു. ഭയവും വിറയലും കാരണം അവിടുന്ന് വീട്ടിലേക്ക് തിരികെ ഓടുകയും പ്രിയ സഹധർമ്മിണി ഖദീജയോട് എന്നെ പുതപ്പിക്കൂ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഖദീജ റളിയല്ലാഹു അൻഹ നബിയെ ആശ്വസിപ്പിക്കുകയും അവിടുത്തെ നല്ല സ്വഭാവ ഗുണങ്ങൾ ചൂണ്ടിക്കാട്ടി അള്ളാഹു അങ്ങേ കൈവിടില്ലെന്ന് സമാധാനിപ്പിക്കുകയും ചെയ്തു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ അപ്രതീക്ഷിതവും തീവ്രവുമായ പ്രത്യക്ഷപ്പെടൽ ജിബ്രീലിന്റെ ഈ അപ്രതീക്ഷിതവും തീവ്രവുമായ പ്രത്യക്ഷപ്പെടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്യധികം ആകാംക്ഷാകുലരാക്കി. എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഭയപ്പെട്ടു. പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന അറിവില്ലായ്മയിൽ നിന്ന് ഉണ്ടാകുന്ന ആശങ്കയായിരുന്നില്ല അത്, മറിച്ച് തങ്ങളിൽ അർപ്പിക്കപ്പെട്ടിരുന്ന വലിയ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് മുമ്പിലുള്ള വലിയ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും ആലോചിച്ചുകൊണ്ടുള്ള ആശങ്കയായിരുന്നു നബിയുടേത്. തനിക്ക് ലഭിച്ചത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവാചകത്വമാണ് എന്ന കാര്യത്തിൽ പ്രവാചകർക്ക് സംശയമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സംശയത്തിന് യാതൊരു സാധ്യതയുമില്ലാത്ത വിധം മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ പ്രവാചകർ തിരുമേനിയോട് അങ്ങ് അള്ളാഹുവിന്റെ ദൂതരാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യത്യസ്ത രൂപത്തിലും ഭാവങ്ങളിലും പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രവാചകർ സംതൃപ്തരുമായിരുന്നു. പക്ഷേ ഈ അസാധാരണ സംഭവത്തെ അഭിമുഖീകരിച്ചപ്പോൾ പ്രവാചകരിൽ പ്രത്യക്ഷപ്പെട്ട ഭാവമാറ്റങ്ങളും അവിടുത്തെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ട വർണ്ണവ്യത്യാസവും ഒക്കെയാണ് ഖദീജ ബീവിയുടെ ആശങ്കക്ക് കാരണം. പ്രവാചകർ തിരുമേനിയെ ആശ്വസിപ്പിക്കാൻ ഖദീജ ബീവി ശ്രമിച്ചത് ഈ കാരണത്താലാണ്. അതേസമയം ഖദീജ ബീവിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർക്ക് സംഭവിച്ചത് എന്താണെന്ന വിഷയത്തിൽ സമ്പൂർണമായ സമാധാനം നൽകുന്ന വിധത്തിലുള്ള ഒരു സ്ഥിരീകരണം ആവശ്യമായിരുന്നു. ആ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് പിന്നീട് ഖദീജ ബീവിയുടെ ശ്രമങ്ങൾ. മുഖം വിവർണമായി കാണപ്പെട്ട പ്രവാചകരെ സഹധർമ്മിണി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അള്ളാഹു അവിടത്തേക്ക് ഒരു ദോഷവും വരുത്തില്ല. കാരണം അവിടുന്ന് സത്യം സംസാരിക്കുന്നവരും വിശ്വസ്തരും ബന്ധം ചേർക്കുന്നവരും ദുർബലരെ സഹായിക്കുന്നവരുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവി പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനിപ്പിച്ചത്. അതിനുശേഷം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബിയെയും കൂട്ടി തൻ്റെ പിതൃവ്യ പുത്രനായ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് പോയി. വറഖത്ത് ഒരു ക്രൈസ്തവ പണ്ഡിതനും പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കുറിച്ചുള്ള അറിവുള്ള വ്യക്തിയുമായിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. കൂടാതെ ഹീബ്രു ഭാഷയിൽ എഴുതുകയും വായിക്കുകയും ചെയ്യുമായിരുന്നു. പ്രായമായ കാഴ്ച നഷ്ടപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. ജാഹിലിയ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയായവരിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. മക്കയിലെ ബിംബാരാധനയിൽ നിന്ന് ഒഴിഞ്ഞുമാറി ശുദ്ധ ജീവിതം നയിക്കുകയും സത്യമന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത വേറെയും മനുഷ്യരുണ്ടായിരുന്നു. വറക്ക അവരെയൊക്കെ വിട്ട് ഷാമിലേക്ക് യാത്രയായി.
സെയ്ദ് ബിൻ അംറും ഉസ്മാൻ ബിൻ ഹുവൈരിസും ഉബൈദുല്ലാഹ് ബിൻ ജഹ്ഷും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവരെല്ലാം ക്രിസ്തുമതം സ്വീകരിച്ചു. കാരണം അക്കാലത്ത് സത്യത്തോട് ഏറ്റവും അടുത്ത മതം അതായിരുന്നു എന്ന് അവർക്ക് തോന്നി. എന്നാൽ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ ക്രിസ്തുമതത്തിൽ ചില കുറവുകളും ആശയക്കുഴപ്പങ്ങളും മാറ്റിയെഴുതലുകളും ദുർവ്യാഖ്യാനങ്ങളും കണ്ടു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രകൃതം ആ മതം സ്വീകരിക്കുന്നതിൽ നിന്ന് വിസമ്മതിച്ചു. എന്നാൽ പണ്ഡിതന്മാരും സന്യാസിമാരും ഒരു പ്രവാചകന്റെ ആഗമനം ആസന്നമായിരുന്നു എന്ന് അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ചു. വറഖത്ത് ബിൻ നൗഫലിനെ കുറിച്ച് അദ്ദേഹം അന്വേഷിച്ച് തിരിച്ചു വന്നു. തന്റെ പ്രകൃതത്തിലും ഏകദൈവ വിശ്വാസത്തിലും ഉറച്ചു നിന്നു. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വം വരുന്നതിന് മുമ്പ് അദ്ദേഹം അംർ ബിൻ നുഫൈലിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രവാചകത്വം വരുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. എന്നാൽ വറഖത്ത് ബിൻ നൗഫൽ അത് പ്രവാചകത്വം മനസ്സിലാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അതിന്റെ അടയാളങ്ങൾ കാണുകയും ചെയ്തു. ചുരുക്കത്തിൽ ഖദീജയോടൊപ്പം വറഖയുടെ അടുക്കലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് സംഭവിച്ചതെല്ലാം അദ്ദേഹത്തോട് വിവരിച്ചു. ഇത് കേട്ടപ്പോൾ വറഖത്ത് പറഞ്ഞു, ഇത് മൂസായുടെ അടുത്തേക്ക് വന്ന അതേ നാമൂസ് രഹസ്യദൂത് തന്നെയാണല്ലോ. ഞാൻ താങ്കളുടെ പ്രബോധന കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ താങ്കളുടെ ജനത താങ്കളെ പുറത്താക്കുമ്പോൾ ഞാൻ താങ്കളെ സഹായിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അവർ എന്നെ പുറത്താക്കുമോ? വറഖത്ത് പറഞ്ഞു, അതെ, താങ്കൾ കൊണ്ടുവന്നത് പോലൊന്ന് കൊണ്ടുവന്ന ഏതൊരു മനുഷ്യനെയും അവരുടെ സമൂഹം പുറത്താക്കിയിട്ടുണ്ട്. താങ്കളുടെ ആ കാലം ഞാൻ പ്രാപിച്ചിരുന്നെങ്കിൽ ഞാൻ താങ്കളെ ശക്തമായി പിന്തുണക്കുമായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ വറഖ മരണപ്പെടുകയും ചെയ്തു. ഇതിനു മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ ഖദീജയുടെ ഭൃത്യനായ മൈസറയുമായി കച്ചവടയാത്ര നടത്തിയപ്പോൾ മേഘം നബിക്ക് തണൽ നൽകിയതടക്കമുള്ള ചില അടയാളങ്ങൾ ഖദീജ വിവരിച്ചപ്പോൾ തന്നെ വറഖക്ക് നബി ഒരു പ്രവാചകനാകാനുള്ള സാധ്യതയെക്കുറിച്ച് വിശ്വാസം ജനിച്ചിരുന്നു. ഖദീജയും വറഖയും അടുത്ത ബന്ധുക്കളാണെന്നും അവർ തമ്മിൽ ആശയവിനിമയം സ്വാഭാവികമാണെന്നും കൂടി ഓർമ്മയിൽ നിൽക്കണം. ഈ സംഭവം കൂടി കേട്ടതോടെ വറഖത്ത് നബിയുടെ പ്രവാചകത്വത്തിലുള്ള വിശ്വാസം വറഖക്ക് കൂടുതൽ രൂഢമൂലമായി. ഇത് അതേ മാലാഖയാണ്, താങ്കൾ ഈ സമുദായത്തിന്റെ പ്രവാചകനാണ് എന്ന് അദ്ദേഹം നബിയോട് പറയുകയും ചെയ്തു. വഹീന്റെ ഇടവേള, ഫത്രത്തുൽ വഹീ. ആദ്യത്തെ വെളിപാടിന് ശേഷം 3 വർഷ കാലയളവിലേക്ക് വെളിപാട് നിലച്ചു. ഈ കാലഘട്ടം ഫത്രത്തുൽ വഹീ അഥവാ വെളിപാടിന്റെ ഇടവേള എന്നറിയപ്പെടുന്നു. ഇത് നബിക്ക് ഒരുതരം നൊമ്പരമുണ്ടാക്കിയെങ്കിലും പിന്നീട് വെളിപാടുകൾ വ്യക്തമായി തിരിച്ചു വന്നു. ഈ ഇടവേള അവിടത്തേക്ക് ആദ്യത്തെ തീവ്രമായ അനുഭവത്തിൽ നിന്ന് കരകയറാനും വരാനിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് ചിന്തിക്കാനും സമയം നൽകി. ഈ ഇടവേളയുടെ പിന്നിലെ യുക്തി പ്രവാചകർക്ക് ആദ്യത്തെ തീവ്രമായ അനുഭവത്തിൽ നിന്ന് കരകയറാനും പുതിയ ദൗത്യത്തിനായി തയ്യാറെടുക്കാനും പിന്നീട് വെളിപാട് വീണ്ടും ലഭിക്കുന്നതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കാനുമുള്ള അവസരം നൽകുക എന്നതായിരുന്നു. പിന്നീട് പുതച്ചുകൂടി മൂടിയവനെ എഴുന്നേറ്റ് മുന്നറിയിപ്പ് നൽകുക എന്ന സാരമുള്ള ഖുർആനിക സൂക്തങ്ങളോടെ വഹി വീണ്ടും ആരംഭിക്കുകയും അവിടുത്തെ റിസാലത്ത് ദൗത്യം ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച വെളിപാടുകൾ കേവലം ഒരു ഒറ്റ സംഭവമായിരുന്നില്ല, മറിച്ച് സത്യസന്ധമായ സ്വപ്നങ്ങൾ, ആഴത്തിലുള്ള ഏകാന്തവാസം, തീവ്രമായ ശാരീരിക അനുഭവങ്ങളോടുകൂടിയ നേരിട്ടുള്ള മലക്കിന്റെ പ്രത്യക്ഷപ്പെടൽ എന്നിവയിലൂടെ കടന്നുപോയ ക്രമാനുഗതവും ആഴമേറിയതുമായ ഒരു പ്രക്രിയയായിരുന്നു. തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാതിരുന്ന നബി വഹീന്റെ രൂപങ്ങളും ലക്ഷണങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്നത് മലക്ക് മുഖേന അള്ളാഹുവിൽ നിന്നുള്ള നേരിട്ടുള്ള ആശയവിനിമയം ആയിരുന്നു. ഖുർആനിലെ സൂക്തങ്ങൾക്ക് കാരണമായ വെളിപാടിന്റെ ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ട രൂപമാണിത്. പലപ്പോഴും ഈ വെളിപാടുകൾ വ്യക്തമായി കേൾക്കാവുന്ന ശബ്ദത്തിൽ വരും. ചിലപ്പോൾ ഒരു മണിയുടെ ശബ്ദം അല്ലെങ്കിൽ ചങ്ങലയുടെ കിലുക്കം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന രൂപത്തിലായിരിക്കും വരുന്നത്. തത്സംബന്ധമായ ഒരു ചോദ്യത്തിന് നബിയുടെ പ്രതികരണം ഇങ്ങനെ വായിക്കാം: ചിലപ്പോൾ എനിക്ക് വെളിപാട് ഒരു മണിയുടെ മുഴക്കം പോലെ വരും, അതാണ് ഏറ്റവും കഠിനം. അത് വിട്ടുപോകുമ്പോൾ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിരിക്കും. സ്വഹീഹ് ബുഖാരി. ഈ തീവ്രമായ അനുഭവം നബിയെ വ്യക്തമായി ബാധിക്കും. പലപ്പോഴും തണുപ്പുള്ള ദിവസങ്ങളിൽ പോലും അമിതമായി വിയർക്കുകയും അതിരറ്റ ഭാരം അനുഭവപ്പെടുകയും ചെയ്യും. വെളിപാടിന്റെ മറ്റൊരു പ്രധാന രീതി മനുഷ്യരൂപത്തിലുള്ള മലക്കിന്റെ സന്ദർശനമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ, പ്രത്യേകിച്ചും സുന്ദരനായ സ്വഹാബി ദിഹിയത്തുൽ കൽബിയുടെ രൂപത്തിൽ നബിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ വെളിപാട് രൂപം നേരിട്ടുള്ള സംവാദത്തിനും ആശയവിനിമയത്തിനും കൂടുതൽ സാധാരണമായ രീതിയിൽ നബിക്ക് നിർദ്ദേശങ്ങളും വിവരണങ്ങളും ലഭിക്കുവാനും സഹായിച്ചു. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ എന്നിവയെക്കുറിച്ച് മലക്ക് നബിയോട് ചോദിക്കുന്ന പ്രശസ്തമായ ഹദീസ്
മനുഷ്യരൂപത്തിൽ സന്ദർശനം ഉണ്ടായതിൻ്റെ ഉദാഹരണമാണ്. പ്രവാചകാനുഭവത്തിൽ പ്രത്യേകിച്ചും പ്രവാചകത്വത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ സത്യസന്ധമായ സ്വപ്നങ്ങൾ വഹീൻ്റെ മറ്റൊരു രൂപമായിരുന്നു. ഖുർആനിൻ്റെ നേരിട്ടുള്ള വാചിക വെളിപാടുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഉണ്ടായ ഈ സ്വപ്നങ്ങൾ അവിടുത്തെ പ്രവാചക ദൗത്യത്തിൻ്റെ വ്യക്തമായ മുന്നോടിയായിരുന്നു. ആയിഷ റിപ്പോർട്ട് ചെയ്തു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഹി ആരംഭിച്ചത് പ്രഭാതം പോലെ സത്യമായി വന്ന നല്ല സ്വപ്നങ്ങളിലൂടെയായിരുന്നു. സഹീൽ ബുഖാരി. ഈ വെളിപാട് അനുഭവങ്ങളോടൊപ്പം ഉള്ള ലക്ഷണങ്ങൾ വൈവിധ്യമാർന്നതും പലപ്പോഴും അഗാധവുമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിയുടെ മുഴക്കം പോലെയുള്ള വെളിപാട് നബിക്ക് അനുഭവപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു മണിയുടെ മുഴക്കം പോലെയുള്ളത്, തേനീച്ചയുടെ മൂളക്കം പോലെയുള്ള വെളിപാട് എന്നിവ പലപ്പോഴും ഏറ്റവും കഠിനമായിരുന്നു. സ്വഹാബത്തിന് അങ്ങനെയാണ് അനുഭവപ്പെട്ടത്, തെനീച്ചയുടെ മുളക്കം പോലെ. ഇത് നബിയിൽ കടുത്ത വിയർപ്പ് പൊടിയാൻ കാരണമായിരിക്കും. തണുപ്പുള്ള കാലാവസ്ഥയിലും ഇത് സംഭവിച്ചിരുന്നു. നബിയുടെ സ്വഹാബികൾ ഈ പ്രതിഭാസം പലപ്പോഴും നിരീക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ അത്തരം തീവ്ര നിമിഷങ്ങളിൽ നബി ചിലപ്പോൾ ഒരു അർദ്ധബോധാവസ്ഥയിലേക്ക് പോകും. ചുറ്റുപാടിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതായി തോന്നും. അവിടുത്തെ മുഖം നിറം മാറും. അവിടുന്ന് കഠിനമായി ശ്വാസമെടുക്കും. ദൈവികമായ ആശയവിനിമയത്തിന്റെ കഠിനമായ സമ്മർദ്ദത്തെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ശ്രദ്ധേയമായ മറ്റൊരു ലക്ഷണം അമിതമായ ഭാരം അനുഭവപ്പെടുക എന്നതാണ്. വെളിപാട് അവതരിക്കുമ്പോൾ നബിക്ക് ചിലപ്പോൾ ആഴത്തിലുള്ള ശാരീരിക ഭാരം അനുഭവപ്പെടും. അവിടുന്ന് സവാരി ചെയ്യുമ്പോൾ വെളിപാടിന്റെ ഭാരം കാരണം തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയതായും, അല്ലെങ്കിൽ അവിടുത്തെ തുട ഒരു സ്വഹാബിയുടെ കാൽമുട്ടിൽ വെച്ചപ്പോൾ കാൽ ഒടിഞ്ഞു പോകുമോ എന്ന് പേടിക്കും വിധം സ്വഹാബിക്ക് അത്രയും ഭാരം അനുഭവപ്പെട്ടതായും വിവരണങ്ങളുണ്ട്. നബിയുടെ എഴുത്തുകാരിൽ ഒരാളായ സെയ്ദ് ഇബ്നു സാബിത്ത് ഇങ്ങനെ വിവരിക്കുന്നത് കാണാം. വഹി ആരംഭിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടു. അവിടുത്തെ തുട എൻ്റെ തുടയുടെ മുകളിലായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ തുടയേക്കാൾ ഭാരമുള്ള ഒരു തുട ഞാൻ കണ്ടിട്ടില്ല. മുവത്ത മാലിക്. കൂടാതെ ദൈവിക സന്ദേശങ്ങൾ ലഭിക്കുമ്പോഴുള്ള ആദ്യത്തെ ഞെട്ടലിനും ഭയത്തിനുമൊപ്പം ഒരു വിറയലോ അല്ലെങ്കിൽ കുലുക്കുമോ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എല്ലായ്പ്പോഴും ഇത് ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ ശാരീരിക പ്രകടനം പ്രവാചകരുടെ അസ്തിത്വത്തിൽ ആത്മീയ സമ്മർദ്ദം ഉണ്ടാക്കിയ ആഴത്തിലുള്ള സ്വാധീനത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. വെളിപാട് ലഭിച്ചതിന് ശേഷം പ്രവാചകരുടെ അവസ്ഥ വ്യക്തതയുള്ളതും ഉടനടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ആയിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അനുഭവത്തിന്റെ തീവ്രത ഉണ്ടായിരുന്നിട്ടും അവിടത്തേക്ക് സന്ദേശം മനസ്സിൽ വ്യക്തമായി ലഭിച്ചിരുന്നു. അത് തങ്ങളുടെ സഹയാത്രികർക്ക് അക്ഷരം പ്രതി ചൊല്ലിക്കൊടുക്കാൻ അവിടത്തേക്ക് കഴിഞ്ഞിരുന്നു. ഈ ഉടനടി ഓർക്കാനും വെളിപ്പെട്ട വചനങ്ങൾ വ്യക്തമാക്കാനുമുള്ള നബിയുടെ കഴിവ് ഖുർആൻ ബാഹ്യ ഉറവിടത്തിൽ നിന്നാണെന്നതിന് കൂടുതൽ പിന്തുണക്കുന്നുണ്ട്. അത് അവിടുത്തെ സ്വന്തം ചിന്തകളുടെ ഉൽപ്പന്നമായിരുന്നില്ല എന്ന് വ്യക്തം. നബിയുടെ വഹിയും വിമർശനങ്ങളും. വഹിയിന്റെ സമയത്ത് ഉണ്ടാകുന്ന മേൽപ്പറഞ്ഞ ശ്രദ്ധേയമായ ശാരീരിക ലക്ഷണങ്ങൾ നിർഭാഗ്യവശാൽ വിവിധ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഓറിയന്റലിസ്റ്റുകളും നവനാസ്തികരും പലപ്പോഴും തികച്ചും ഭൗതികവാദപരമായ അല്ലെങ്കിൽ ലഘൂകരണവാദപരമായ ലോകവീക്ഷണത്തിൽ നിന്ന് ഈ ആഴത്തിലുള്ള ആത്മീയ അനുഭവങ്ങളെ സാധാരണവും പലപ്പോഴും രോഗാതുരവുമായ രീതിയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് വിയർപ്പ്, അർദ്ധബോധാവസ്ഥ, വിറയൽ എന്നിവ അപസ്മാരം അല്ലെങ്കിൽ മറ്റു ന്യൂറോളജിക്കൽ അവസ്ഥകളായി അടിസ്ഥാനരഹിതമായി ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം വാദങ്ങൾ അവ ഉന്നയിക്കുന്നവരുടെ സമീപനത്തിലെ ബൗദ്ധിക ദാരിദ്ര്യത്തെയാണ് പ്രകടമാക്കുന്നത്. ഒന്നാമതായി 23 വർഷം നീണ്ടു നിന്നതും സങ്കീർണമായ വിഷയങ്ങളെ അഭിസംബോധന ചെയ്തതുമായ വെളിപാട് സന്ദേശത്തിന്റെ സ്ഥിരതയും ഏകീകൃത ഘടനയും വിമർശകർ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. മാനസികമായി ദുർബലാവസ്ഥയുള്ള ഒരാൾക്ക് ഇതൊക്കെ അങ്ങേയറ്റം അസംഭവ്യമാണെന്ന കാര്യം അവർ പരിഗണിക്കുന്നേയില്ല. രണ്ടാമതായി, ഈ വെളിപാടുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിലും മുഴുവൻ സമൂഹത്തിലും ഉണ്ടാക്കിയ ആഴത്തിലുള്ള സ്വാധീനം അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. മേൽപ്പറഞ്ഞ രോഗാവസ്ഥകളാൽ കഷ്ടപ്പെടുന്ന ഒരാൾ ഒരു നേതാവായും പ്രവാചകരായും ദശലക്ഷക്കണക്കിന് ആളുകളാൽ ആദരിക്കപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല എന്ന കാര്യവും അവർ വിസ്മരിക്കുകയാണ്. നബിയുടെ അനുയായികൾ അവിടുത്തെ സന്ദേശത്തിനായി ജീവൻ ത്യജിക്കാൻ വരെ തയ്യാറായിരുന്നു. മൂന്നാമതായി, ഈ ലഘൂകരണവാദപരമായ കാഴ്ചപ്പാട് ഖുർആനിനെ അതുല്യമായ ആത്മീയവും ഭൗതികവുമായ ഉള്ളടക്കം ഖുർആനിന്റെ അതുല്യമായ ആത്മീയവും ഭൗതികവുമായ ഉള്ളടക്കം കണക്കിലെടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ്. ഖുർആൻ 7-ാം നൂറ്റാണ്ടിലെ അറേബ്യയുടെ ഭാഷാപരവും ഭൗതികവുമായ നിലവാരത്തെ പ്രകടമായി മറികടന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ ദൈവിക വെളിപാടിനെ കേവലം വൈദ്യശാസ്ത്രപരമായ രോഗാവസ്ഥകളിലേക്ക് ചുരുക്കി ആരോപിക്കുന്നത് സങ്കീർണമായ ഒരു മാനുഷിക അനുഭവത്തെ ലളിതവും ശാസ്ത്രീയമല്ലാത്തതുമായ വിധത്തിൽ വായിക്കുന്നതിന് തുല്യമാണ്. ഇത് ഇസ്ലാമിന്റെ പരിവർത്തന ശക്തിക്കും നിലനിൽക്കുന്ന പ്രൗഢ പാരമ്പര്യത്തിനും മതിയായ
വിശദീകരണം നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വഹിയിന്റെ ഉറവിടം, വിമർശനങ്ങളും വസ്തുതകളും. വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിയിലൂടെയാണ് ലോകത്തിന് വെളിപ്പെട്ടതെന്ന കാര്യത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യത്തിൽ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും തർക്കമില്ല. 6-ാം നൂറ്റാണ്ടിൽ മക്കയിൽ ജീവിച്ച നിരക്ഷരരായ നബി തിരുമേനിയുടെ നാവിലൂടെയാണ് ഖുർആൻ പുറത്തു വന്നതെന്ന് ചരിത്രപരമായ സത്യമാണ്. എന്നാൽ ഈ മഹത്തായ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ ഉറവിടം എന്താണെന്നതിനെ കുറിച്ചാണ് സംശയങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഉന്നയിക്കപ്പെടുന്ന വാദങ്ങളെയും അവക്കുള്ള മറുപടികളെയും വിശദീകരിക്കുകയാണ് ഇവിടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്തർജ്ഞാനം അഥവാ സ്വയം വെളിപാടാണ് ഖുർആനിന്റെ ഉറവിടം എന്താണ് ഒരു പ്രധാന വാദം. എന്നാൽ ഖുർആനിന്റെ അമാനുഷികതയും മനുഷ്യാതീത സ്വഭാവവും ഈ വാദത്തെ ഗണ്ണിക്കുന്നുണ്ട്. ഒരു നീതിമാനായ ന്യായാധിപൻ ഈ വിഷയത്തിൽ വിധി പ്രസ്താവിക്കുകയാണെങ്കിൽ തൻ്റെതല്ല ഖുർആൻ എന്ന പ്രവാചകരുടെ മൊഴി മാത്രം മതിയാകും സ്വയം വെളിപാടിനെ തള്ളിക്കളയാൻ. ബുദ്ധിപരമായ തെളിവുകളുടെ ആവശ്യം പോലും ഇവിടെ ഉദിക്കുന്നില്ല. കൂടാതെ ഖുർആൻ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ കേവലം സ്വന്തം ആലോചനയിലൂടെയോ ചിന്തയിലൂടെയോ ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്നവയല്ല എന്ന വസ്തുതയും ഈ വാദത്തെ കൂടുതൽ ദുർബലമാക്കുന്നുണ്ട്. സ്വയം വെളിപാടല്ലെങ്കിൽ പിന്നെ അവശേഷിക്കുന്ന ഒരു സാധ്യത പുറത്തു നിന്നുള്ള ഒരു ഗുരുവിൽ നിന്ന് നബി തിരുമേനിക്ക് ഖുർആൻ ലഭിച്ചു എന്നാണ്. എന്നാൽ ഈ ഗുരു ആരാണെന്ന കാര്യത്തിൽ വിമർശകർ വ്യത്യസ്ത സിദ്ധാന്തങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ സിദ്ധാന്തങ്ങളിൽ ആദ്യം പരിഗണിക്കേണ്ടത് നബി തിരുമേനി ഒരു പുസ്തകം വായിച്ചുകൊണ്ടോ എഴുതിയോ ഖുർആൻ സ്വാംശീകരിച്ചു എന്ന വാദമാണ്. നബി തിരുമേനി നിരക്ഷരരായി ജനിക്കുകയും വളരുകയും ജീവിക്കുകയും ചെയ്തു എന്നത് എതിരാളികൾ പോലും സമ്മതിക്കുന്ന വസ്തുതയാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും കടലാസിൽ എഴുതിയത് വായിച്ചതായോ സ്വന്തം കൈകൊണ്ട് എഴുതിയതായോ അവിടുത്തെ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതിനാൽ വായിച്ചോ എഴുതിയോ പഠിച്ചു എന്ന സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാവുന്നതാണ്. അതോടെ ഒരു ഗുരുവിൽ നിന്ന് കേട്ടുപഠിച്ചു എന്ന ഒരൊറ്റ സാധ്യത മാത്രമാണ് അവശേഷിക്കുന്നത്. ആരാണ് നബിയുടെ അധ്യാപകൻ? നബി തിരുമേനിയുടെ നിരക്ഷരരായ ജനതയിൽ നിന്ന് ഒരു അധ്യാപകനും ഉണ്ടായിരുന്നില്ല എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ജാഹിലിയത്ത്, അജ്ഞാന സമൂഹം എന്ന് വിശേഷിക്കപ്പെട്ടവരാണ് അവർ. ഇതുതന്നെ അവർക്ക് അധ്യാപനത്തിൽ പങ്കില്ല എന്നതിന് മതിയായ തെളിവാണ്. ഖുർആൻ തന്നെ പലതവണ അവരുടെ വിശ്വാസപരമായ അന്ധവിശ്വാസങ്ങളെയും അജ്ഞതയെയും തുറന്നു കാട്ടുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് ഖുർആനിന്റെ പിന്നിലെ യഥാർത്ഥ അധ്യാപകർ എന്ന് ബുദ്ധിയുള്ള ആരും വാദിക്കില്ല. പിന്നെ സ്വന്തം ജനതയ്ക്ക് പുറത്തുള്ളവരാണ് നബിയുടെ അധ്യാപകൻ എന്ന് വാദിക്കുന്നവർ പ്രവാചകത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഗുരുവിനെ സഹവസിച്ചതായും അവിടുന്ന് അറിവുകൾ തേടിയതായും തെളിയിക്കാൻ ചരിത്രപരമായ രേഖകൾ സമർപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. അത്തരം തെളിവുകൾ സമർപ്പിക്കാൻ അവർക്ക് സാധ്യമല്ല. പ്രവാചകത്വത്തിന് മുമ്പോ ശേഷമോ നബി തിരുമേനി വേദം അറിയുന്ന പണ്ഡിതരെ കണ്ടിട്ടില്ല എന്നല്ല ഇതിനർത്ഥം. പ്രവാചകർ തന്റെ ചെറുപ്പകാലത്ത് ഷാമിലെ ബുസ്ര അങ്ങാടിയിൽ വെച്ച് ബഹീറ എന്ന ഒരു പുരോഹിതനെ കണ്ടുമുട്ടിയതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മക്കയിൽ വെച്ച് വറഖത്ത് ബിൻ നൗഫൽ എന്ന ഒരു വേദപണ്ഡിതനെ കണ്ടുമുട്ടിയ കഥയുമുണ്ട്. വറഖത്തുമായിട്ടുള്ള കണ്ടുമുട്ടൽ നബിക്ക് വഹി ലഭിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു. പ്രവാചകത്വത്തിന്റെ പരസ്യ പ്രഖ്യാപനത്തിന് 30 മാസം മുമ്പായിരുന്നു ഇത്. പിന്നീട് പ്രവാചകത്വത്തിന്റെ പരസ്യ പ്രഖ്യാപനത്തിന് ശേഷം മദീനയിൽ വെച്ച് നിരവധി ജൂത ക്രിസ്ത്യൻ പണ്ഡിതന്മാരെ കണ്ടുമുട്ടിയ കഥകളും നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ നമ്മുടെ വാദം വളരെ കൃത്യമാണ്. നുബുവത്തിന് മുമ്പോ ശേഷമോ ഇവരാരിൽ നിന്നും നബി അറിവ് നുകർന്നിട്ടില്ല. നുബുവത്തിന് മുമ്പ് ഇവരാരിൽ നിന്നും ഏതെങ്കിലും അറിവ് കേൾക്കുക പോലും ചെയ്തിട്ടില്ല. നുബുവത്തിന് ശേഷം കണ്ടവരിൽ നിന്ന് നബി കേൾക്കുകയും അവർ നബിയിൽ നിന്ന് കേൾക്കുകയും നുബുവത്തിന് ശേഷം കണ്ടവരിൽ നിന്ന് നബി കേൾക്കുകയും അവർ നബിയിൽ നിന്ന് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം അവർ നബിയോട് ചോദിച്ച് മനസ്സിലാക്കുകയും അറിവ് നുകരുകയുമായിരുന്നു. നബിയായിരുന്നു അവർക്ക് അധ്യാപകനും ഗുരുവും വഴികാട്ടിയും എന്നർത്ഥം. നുബുവത്തിന് മുമ്പുള്ള കൂടിക്കാഴ്ചകൾ രഹസ്യമായിരുന്നില്ല. എല്ലാ സംഭവങ്ങളിലും നബിയുടെ കൂടെ സാക്ഷികൾ ഉണ്ടായിരുന്നു. ഷാമിൽ വെച്ച് പുരോഹിതനെ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ പിതൃവ്യൻ അബൂ താലിബ് കൂടെ ഉണ്ടായിരുന്നു. വറഖത്ത് ബിൻ നൗഫലിനെ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ പത്നി ഖദീജയും കൂടെ ഉണ്ടായിരുന്നു. ഈ ചെറിയ നിമിഷത്തെ കൂടിക്കാഴ്ചകളിലൂടെയാണ് ഖുർആൻ മുഴുവൻ, അതിലെ പ്രപഞ്ചാരംഭം മുതൽ അന്ത്യം വരെയുള്ള സംഭവങ്ങൾ അടക്കം മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വായത്തമാക്കിയതെങ്കിൽ അവരുടെ സഹയാത്രികരായ അബൂ താലിബിനും ഖദീജക്കും ചരിത്രത്തിൽ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ലാത്തത് അതിശയകരമാണ്. മുഹമ്മദ് നബി തിരുമേനിയെ അതിശക്തമായി എതിർത്ത സമകാലികർ ഇതൊന്നും പ്രവാചകർക്കെതിരെയുള്ള ആയുധമായി ഉപയോഗിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രവാചകർ ബഹീറയിൽ നിന്നോ വറഖത്ത് ബിൻ നൗഫലിൽ നിന്നോ പഠനം നടത്തി എന്നത് പിൽക്കാലത്ത് കെട്ടിച്ചമച്ച ഒരു വാദം മാത്രമാണ്.
അവരുമായി കണ്ടുമുട്ടിയതിനെ കുറിച്ച് ചരിത്രം പരാമർശിക്കുന്നുണ്ടെങ്കിലും ആ കണ്ടുമുട്ടൽ പഠനത്തിനു വേണ്ടിയായിരുന്നുവെന്നോ ഒരു പഠന സഹവാസം അവിടെ നടന്നിരുന്നുവെന്നോ എന്നതിനെക്കുറിച്ചോ ചരിത്രം സംസാരിക്കുന്നില്ല. ചരിത്രം മൗനം പാലിക്കാത്ത ഒരു കാര്യമുണ്ട്. ഷാമിലെ പുരോഹിതൻ ബഹീറ നബിയെ കണ്ട സമയത്ത് നബിയിൽ പ്രവാചകത്വത്തിന്റെ അടയാളങ്ങൾ ദർശിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വറക്കത്തിനെ കണ്ട് ആദ്യ വെളിപാടിന്റെ വിശേഷം പങ്കുവച്ചപ്പോൾ ഹിറാ ഗുഹയിൽ അവതരിച്ചത് മൂസ പ്രവാചകരുടെ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ അവതരിച്ച അതേ നാമൂസ് ദിവ്യദൂതൻ തന്നെയാണെന്ന് വറക്കത്ത് സാക്ഷ്യപ്പെടുത്തിയ സംഭവം ചരിത്രത്തിലുണ്ട്. നബിയുടെ അനുയായിയും സഹായിയുമായി ജീവിക്കാൻ വരെ അദ്ദേഹം മോഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ചരിത്രത്തിലെ സംഭവങ്ങളോട് വസ്തുനിഷ്ഠ സമീപനം പുലർത്തുന്നവർക്ക് നബി തിരുമേനി മേൽപ്പറഞ്ഞ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചിട്ടില്ല, അവരെ കണ്ടിട്ടേ ഉള്ളൂ എന്ന് പറയാൻ ഈ ചരിത്രരേഖകൾ തന്നെ ധാരാളമാണ്. നിർലജ്ജം ഇതിൽ കൂട്ടിച്ചേർക്കുന്നവർക്ക് കേവലമായ കണ്ടുമുട്ടലിനെ ഗുരുശിഷ്യ ബന്ധമായി വികസിപ്പിച്ച് കഥകൾ മെനയാം. പക്ഷേ ആ കഥകൾ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായിരിക്കും. ഗുരുനാഥന്മാർ തന്നെ ശിഷ്യന്റെ പ്രവാചകത്വത്തെ അടയാളപ്പെടുത്തുന്നതിന്റെ വൈരുദ്ധ്യം അവരുടെ കഥയിലെ അവിശ്വസനീയതയുടെ അടയാളമായി അവശേഷിക്കും. ഇതിനൊക്കെ പുറമെ പ്രവാചകർ തിരുമേനി വിശുദ്ധ ഖുർആൻ പൂർവ്വവേദ പണ്ഡിതന്മാരിൽ നിന്ന് പകർത്തിയതാണെന്ന ആരോപണത്തെ അതിശക്തമായി ഗണ്ണിക്കുന്നതാണ് ഖുർആൻ തന്നെ വേദപണ്ഡിതന്മാരുമായി നടത്തുന്ന സംവാദങ്ങൾ. വിശ്വാസ കാര്യങ്ങളിലും മതവിധികളിലും ചരിത്ര വിവരണത്തിലുമെല്ലാം ജൂത ക്രിസ്ത്യൻ പണ്ഡിതരെ തിരുത്തുന്ന സമീപനമാണ് ഖുർആനിലുടനീളം. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇവിടെ പ്രവേശിക്കുന്നില്ല, അതൊരു വിശാല അധ്യായമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.